ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിച്ചതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. 2020 എന്ന് പറയുന്ന കഴിഞ്ഞ വർഷം ധാരാളം അപ്രതീക്ഷിതമായ സംഭവങ്ങളുടെ നടുവിലാണ് നാം ജീവിച്ചു പോകുന്നത്. എന്നാൽ നമുക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ജയം തന്ന പിതാവാം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. മാത്രമല്ല, പുതുവത്സരത്തിൽ ഒരു പ്രാവശ്യം കൂടെ നമ്മെ കർത്താവിനായിട്ട് സമർപ്പിക്കുകയും നമ്മുടെ ഈ ബൈബിൾ പഠന പരമ്പരയിൽ ഒരു പുതുവത്സര സന്ദേശത്തോടുകൂടെ നമുക്ക് ആരംഭിക്കുകയും ചെയ്യാം. പ്രാരംഭമായിട്ട് നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് വീണ്ടും അടുത്തു വരുന്നു. ഒരു പുതിയ വർഷത്തിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിച്ചതിനായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. നീ കർത്താവേ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു. നിൻ്റെ സന്നിധിയിൽ കർത്താവേ സകലതും പുതുതായിരിക്കുന്നു. ഞങ്ങൾക്ക് തന്ന ഈ പുതിയ വർഷത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, ഇത് ഫലപ്രദമായിട്ട് വിനിയോഗിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെല്ലാവരെയും വചനം കേൾക്കുന്ന ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിൻ്റെ സന്നിധി കഴിക്കുന്ന സമയം ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹകരമായി തീരുവാൻ തക്കവണ്ണം ഹൃദ്യമായിട്ട് ഞങ്ങളോട് സംസാരിക്കണം. അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ആദ്യം തന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്മയും സന്തോഷവും നിറഞ്ഞ സമാധാനവും ആത്മീയ അഭിവൃദ്ധിയുമുള്ള ഒരു പുതുവത്സരം 2021 ഞാൻ ആശംസിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം ഒരു പുതുവത്സര സന്ദേശവും തുടർന്ന് നമ്മളുടെ ബൈബിൾ സർവേ ക്ലാസ്സുകളും ആയിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ വർഷത്തിൽ ദൈവം എനിക്ക് തന്നിരിക്കുന്ന ചിന്ത ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതിനായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 17 വാക്യങ്ങളാണ് നാം വായിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തിപിടിപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്ക്കുവാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ആ വക ചേർത്ത് തീയിലിടുന്നു, അത് വെന്തു പോകും. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിക്കുവിൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. എൻ്റെ സ്നേഹത്തിൽ വസിക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നാകുന്നു എൻ്റെ കൽപ്പന. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായ്ക കൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനി പറയുന്നില്ല. ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായി തന്നെ. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കേണ്ടതിന് ഞാനിത് നിങ്ങളോട് കൽപ്പിക്കുന്നു. ഈ വാക്യങ്ങൾ വായിച്ചു കേട്ടപ്പോൾ തന്നെ എന്തായിരിക്കും പുതുവത്സര ചിന്ത എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ വന്നു കാണുമെന്ന് ഞാൻ കരുതുകയാണ്. അബൈഡ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ വസിക്കുക എന്നതാണ് ഈ വർഷം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുവാനായിട്ട് ദൈവം എന്നെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തുകയും കർത്താവിൽ വസിക്കുന്നതിനായിട്ട് നമ്മളെ സമർപ്പിക്കുകയും ചെയ്യാം. കർത്താവിൽ വസിക്കുക എന്നത് കണ്ടിന്യൂ ടു അബൈഡ്, നിരന്തരം വസിച്ചുകൊണ്ടിരിക്കുക. റിമെയിൻ ഇൻ ഹിം, NIV-യിലൊക്കെ റിമെയിൻ ഇൻ ഹിം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവനിൽ തന്നെ ഇരിക്കണം. ഈ 10-17 വാക്യങ്ങൾ വായിച്ചപ്പോൾ
അതിലൊരു കുറിവാക്യം ഏതാണ് എന്ന് ചോദിച്ചാൽ 4ഉം 5ഉം വാക്യങ്ങളാണ്. 4-ാം വാക്യത്തിൽ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. 5-ാം വാക്യത്തിൽ പറഞ്ഞു എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഈ വർഷം നമുക്ക് കർത്താവിൽ വസിക്കണം, കർത്താവിൽ തന്നെ വസിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ അവനിൽ വസിച്ചെങ്കിൽ മാത്രമേ കർത്താവ് നമ്മളിൽ വസിക്കുകയും നമുക്ക് ഫലം കായ്ക്കുന്നതിനും ഒരു നല്ല ശിഷ്യനായി തീരുന്നതിനും ഒക്കെ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് കഴിയുകയില്ല. ഈ വസിക്കുക എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ അർത്ഥമാക്കി എന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മളെല്ലാവരും എന്തിലെങ്കിലുമൊക്കെ വസിക്കുന്ന ആളുകളാണ്. നമ്മുടെ നേട്ടങ്ങളിൽ, നമ്മുടെ പ്രശസ്തിയിൽ, നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ സൽപ്പേരിൽ, സങ്കടങ്ങളിൽ, കോട്ടങ്ങളിൽ, ആഡംബരത്തിൽ, ബിസിനസ്സിൽ ഒക്കെ വസിക്കുന്ന ആളുകളായിരിക്കും. വസിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ കീപ്പ് ഇൻ ഫെലോഷിപ്പ്. നമ്മുടെ സമയം അതിനകത്താണ് നാം ചെലവഴിക്കുന്നത്, നമ്മുടെ കൂട്ടായ്മ ആ കാര്യത്തിലാണ്, നമ്മുടെ മനസ്സ് നിറയെ ഈ ഒരു ചിന്ത മാത്രമാണ് ഇരിക്കുന്നത് എന്നൊക്കെയാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വസിക്കുക എന്നുള്ളത് കുറച്ചുകൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്യുന്നതിനായിട്ട്, കുറച്ചുകൂടെ ഒന്ന് ഉൾക്കൊള്ളുന്നതിനായിട്ട് ഞാൻ 6-7 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനായിട്ടാണ് ആദ്യം താല്പര്യപ്പെടുന്നത്. ഈ സന്ദേശത്തിൻ്റെ 2-ാം ഭാഗത്ത് അങ്ങനെ കർത്താവിൽ വസിച്ചാൽ നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഉണ്ടാകും, എന്തെല്ലാം പ്രയോജനങ്ങൾ ഉണ്ടാകും എന്നും, അതുപോലെ തന്നെ ഇത് നടക്കുന്നൊരു കാര്യമാണോ എന്നും 3 കാര്യങ്ങളാണ് ഞാൻ പ്രധാനമായിട്ട് ഈ സന്ദേശത്തിൽ പറയുന്നത്. 1, വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് കർത്താവ് അർത്ഥമാക്കിയത്. 2, അങ്ങനെ വസിച്ചാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ, എന്തൊക്കെയാണ് അതിൻ്റെ പ്രയോജനം. ഇനി ആശങ്കയുള്ള ആളുകൾക്ക് അവസാനം ഞാനൊരു കാര്യം പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്, ഇത് കർത്താവിൻ്റെ തന്നെ ഒരു പ്രവർത്തനമായതുകൊണ്ട് അവൻ നമ്മെ നിലനിർത്തുവാൻ ശക്തനാണ്, അവൻ നമ്മെ വീഴാതെ വണ്ണം കാക്കുവാനായിട്ട് മതിയായവനാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കുന്നത്. നമുക്ക് ഒന്നാമത് അവനിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പരിശോധിക്കാം. നമ്മൾ ഏത് കാര്യം പഠിക്കുമ്പോഴും നമ്മുടെ മോഡൽ, നമ്മുടെ മാതൃക നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൻ്റെ ദൗത്യവും ശുശ്രൂഷയും നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് യേശു തൻ്റെ ദൗത്യം ആരംഭിച്ചപ്പോൾ കം ഫോളോ മീ, ഐ വിൽ മേക്ക് യു, എൻ്റെ പിന്നാലെ വരിക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവർ ആക്കും, ഞാൻ നിങ്ങളെ രൂപാന്തരപ്പെടുത്തും എന്ന് പറഞ്ഞുകൊണ്ടാണ് കർത്താവ് തൻ്റെ ദൗത്യം ആരംഭിച്ചത്. അത് പ്രധാനമായിട്ട് ശിഷ്യന്മാരെ വിളിച്ചതല്ലേ എന്ന് നിങ്ങൾ ചോദിക്കുമെങ്കിൽ ശരിയാണ്. വേറെ പൊതുവായിട്ടുള്ള പൊതുജനങ്ങളോട് കർത്താവ് പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ. സോ കം ഫോളോ മീ, കം അൺ ടു മീ. മത്തായി സുവിശേഷം 4:19 കം ഫോളോ മീ എന്നുള്ളത് നമ്മൾ കാണുന്നത്. മത്തായി സുവിശേഷം 11:28-29 വാക്യങ്ങളിലാണ് കം അൺ ടു മീ എന്ന് നാം കാണുന്നത്. പക്ഷേ ഈ 2 സന്ദർഭങ്ങളിലും കർത്താവ് ഉദ്ദേശിച്ച സുപ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കീപ്പ് ഓൺ ഫോളോയിങ് മീ. എൻ്റെ പുറകെ വരുന്നത് 1 കിലോമീറ്റർ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 1 ദിവസം കഴിഞ്ഞിട്ടോ നിർത്തിക്കളയുന്നതിനായിട്ടുള്ളതല്ല, നിങ്ങൾ നിരന്തരം എന്നെ അനുഗമിച്ചു കൊണ്ട് തന്നെ ഇരിക്കണം. അങ്ങനെ അനുഗമിച്ചാണ് അപ്പോസ്തലന്മാരെല്ലാവരും അവരുടെ ജീവിതം അവസാനിപ്പിച്ചതെന്നുള്ളത് നമുക്കറിയാമല്ലോ, ചരിത്രം അറിയാവുന്ന ആളുകൾക്ക് അത് ഞാൻ വിവരിക്കേണ്ടതായിട്ടില്ല. അതുപോലെ തന്നെ എൻ്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞതിന് തൊട്ടു പിന്നാലെ കർത്താവ് പറഞ്ഞു, എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. അപ്പോൾ ആദ്യം പറഞ്ഞത് എൻ്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, അതൊരു 1 ടൈം എക്സ്പീരിയൻസ് ആണ്. എന്നാൽ അത് കഴിഞ്ഞ് പറഞ്ഞത് ഒരു നിലനിൽക്കുന്ന ഒരു നിരന്തര അനുഭവത്തിലേക്കാണ് പറഞ്ഞത്, എൻ്റെ അടുക്കൽ വാ, എന്നോട് പഠിക്ക്, എൻ്റെ നുകം ഏക്കുക. അപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് ആശ്വാസം പ്രാപിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആദ്യം ഒരു 1 ഡോസായിട്ട് ഒരു ആശ്വാസം തരും. പക്ഷെ അത് നിലനിൽക്കണമെങ്കിൽ, അങ്ങനെയല്ലേ പറഞ്ഞത്, നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നിരന്തരം കർത്താവിൻ്റെ കൂടെ നിൽക്കേണ്ടതാണ്. അതിനെയാണ് ഈ വസിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ കർത്താവ് ഒരു അറ്റത്തുണ്ട്, മറ്റേ നുഖത്തിൻ്റെ അറ്റം നമ്മുടെ കഴുത്തിൽ വെച്ച് തരും. എന്നിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ കോഴ്സ് തീരുന്നില്ല. ഞാൻ സാധാരണ പറയാറുണ്ട് ടെർമിനൽ കോഴ്സ്. കർത്താവിൻ്റെ അടുക്കൽ ടെർമിനൽ കോഴ്സ് ഇല്ല, നമുക്ക് തുടർ വിദ്യാഭ്യാസമാണ്, കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷനാണ് ഉള്ളത്. ഈ വിദ്യാഭ്യാസം തുടർന്ന് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ ജീവിതം അവസാനിക്കുന്നത് വരെ, കർത്താവ് വരുന്നത് വരെ ഈ വിദ്യാഭ്യാസം തുടരും. അതിനെന്താ തെളിവ് എന്ന് ചോദിച്ചാൽ, അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതാന്ത്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, 2 തിമോത്തി 4-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, എൻ്റെ നിര്യാണകാലവും അടുത്തു, ദ ടൈം ഓഫ് മൈ ഡിപ്പാർച്ചർ ഈസ് അറ്റ് ഹാൻഡ്. എൻ്റെ ഡിപ്പാർച്ചർ, നിര്യാണകാലം അടുത്തു എന്ന് അദ്ദേഹം പറയുമ്പോൾ അതിന് പല അർത്ഥങ്ങളുണ്ടെന്ന് ഞാൻ തന്നെ ചില
പ്രസംഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു കാര്യം മാത്രം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താം. മൂലഭാഷയിൽ എൻ്റെ നിര്യാണകാലം അടുത്തു, ദ ടൈം ഓഫ് മൈ ഡിപ്പാർച്ചർ ഈസ് അറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞതിൻ്റെ ഒരർത്ഥം എൻ്റെ കഴുത്തിൽ നിന്ന് നുകം അഴിച്ചു മാറ്റുവാൻ സമയം ആയി. അപ്പോൾ എത്ര കാലം ഈ നുകമേറ്റ് കർത്താവിൻ്റെ കൂടെ പഠിക്കണമെന്ന് ചോദിച്ചാൽ അത് മരണം വരെ. ഇത് തുടർന്നു പോകുന്നൊരു കാര്യമാണ്, അതിന് ഒരു അവസാനമില്ല എന്നാണ് ആദ്യം നാം അറിയേണ്ടത്. രണ്ടാമത് ഞാൻ നിങ്ങളെ അതിനോട് ബന്ധപ്പെട്ട് തന്നെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം, ഈ വസിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രാവശ്യം നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത് യോഹന്നാനാണ്. മറ്റ് സുവിശേഷങ്ങളിൽ നാം ഈ കാര്യം അത്ര ശക്തമായിട്ട് കാണുന്നില്ല. യോഹന്നാൻ്റെ സുവിശേഷത്തിലും യോഹന്നാൻ്റെ ലേഖനങ്ങളിലും ആവർത്തിച്ച് വസിക്കുക, പല പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. വസിക്കുക, നിലനിൽക്കുക, ഇരിക്കുക, നടക്കുക, എല്ലാം കാണിക്കുന്നത് അവനോടുള്ള കൂട്ടായ്മ നമ്മൾ കാത്തു സൂക്ഷിക്കണം, അവനിൽ തന്നെ നാം റിമെയിൻ ചെയ്യണം, അവനിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് അബൈഡ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ വായിച്ച യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ 11 പ്രാവശ്യം വസിക്കാൻ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത് കാണാം. യോഹന്നാൻ്റെ 1-ാം ലേഖനം വായിച്ചാൽ 15 പ്രാവശ്യം വസിപ്പീൻ വസിപ്പീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വാട്ട് ഡു യു മീൻ ബൈ അബൈഡ്? വസിക്കുക എന്ന പദത്തിൻ്റെ അർത്ഥം റിമെയിൻ ഇൻ ഫെലോഷിപ്പ്. ഞാൻ പല പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഉള്ളിലത് വരുന്നതിന് വേണ്ടിയാണ്. റിമെയിൻ ഇൻ ഫെലോഷിപ്പ്, അല്ലെങ്കിൽ കർത്താവിനോട് തന്നെ ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ക്രൈസ്റ്റ് ക്യാൻ ലിവ് ഇൻ യു. ക്രിസ്തുവിന് നമ്മിൽ ജീവിക്കുവാനും നമ്മിൽ കൂടി പ്രവർത്തിക്കുവാനും കഴിയും. അവനോട് അങ്ങനെ ചേർന്നിരുന്നെങ്കിൽ മാത്രമേ ആ കാര്യം നടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നടപ്പീനെന്നും പറഞ്ഞത്. നടക്കുക എന്ന് പറഞ്ഞാൽ വാക്കിംഗ് ടുഗദർ, ലിവിങ് ടുഗദർ, ഒരുമിച്ച് ജീവിക്കാം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നതുപോലെ, നമ്മൾ നോഹ ദൈവത്തോട് കൂടെ നടന്നതുപോലെ, അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനായി ദൈവത്തിൻ്റെ കൂടെ നടന്നതുപോലെ, മോശ നടന്നതുപോലെ, വേദപുസ്തകത്തിലെ ഏത് ചരിത്ര പുരുഷനും ദൈവത്തിൻ്റെ കൂടെ നടന്നതുപോലെ നമ്മളും അവനോട് ചേർന്ന് നടക്കണം. അപ്പോൾ അത് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ പറയും, ക്ലോസ്നെസ് ഓഫ് ദ യൂണിയൻ, ഇൻറ്റിമസി ഓഫ് ഫെലോഷിപ്പ് ആൻഡ് വൺനെസ് ഓഫ് ലൈഫ് ആൻഡ് ഇൻട്രസ്റ്റ്. നമ്മളും കർത്താവും തമ്മിൽ ഒരു ഉറ്റ സുഹൃത്ത് ബന്ധം ഉണ്ടായിരിക്കേണ്ടതാണ്, ഒരു ചേർച്ച, ഒരു പൊരുത്തം. കർത്താവ് വേറെ തലത്തിൽ നമ്മൾ വേറെ തലത്തിൽ നിന്നാൽ ഒക്കുകയില്ല. ഒരു ഏകീകരണം നമ്മുടെ മനസ്സിൽ, കർത്താവിൻ്റെ മനസ്സ് നമ്മളിലുണ്ടാകണം, നമ്മളിൽ കൂടി കർത്താവിൻ്റെ മനസ്സാണ് വെളിപ്പെട്ട് വരേണ്ടത്. അതിനെയാണ് ഈ ക്ലോസ്നെസ്. നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടെങ്കിലും അടുപ്പമുള്ള സുഹൃത്തുക്കളും സാധാരണ സുഹൃത്തുക്കളും തമ്മിൽ തിരിച്ചറിയാനായിട്ട് സാധിക്കുമല്ലോ. സോ ഹൗ ക്ലോസ് യു നോ ക്രൈസ്റ്റ് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പായിട്ടാണ് ഞാൻ പറഞ്ഞ ഇൻറ്റിമസി, ദൃഢ മൈത്രി എന്ന് വേണമെങ്കിൽ പറയാം. ഇൻറ്റിമസി ഓഫ് ഫെലോഷിപ്പ്, കൂട്ടായ്മയുടെ ദൃഢത. അത് ഒരു പടിയും കൂടെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ വൺനെസ് ഓഫ് ലൈഫ് ആൻഡ് ഇൻട്രസ്റ്റ്, ജീവിതത്തിനും താല്പര്യങ്ങൾക്കും ഒരു ഏകത്വം ഉണ്ടാകും. കർത്താവിൻ്റെ ജീവിതം എൻ്റെ ജീവിതം, കർത്താവിൻ്റെ താല്പര്യം എൻ്റെ താല്പര്യം, എൻ്റെയും കർത്താവിൻ്റെയും താല്പര്യങ്ങളും കാഴ്ചപ്പാടുകളും ഒന്നായി മാറുന്ന ആ ഒരു അവസ്ഥയ്ക്കാണ് അവനിൽ വസിക്കുക എന്നീ പറയുന്നത്. അങ്ങനെ നമ്മൾ ഇരിക്കുമ്പോഴാണ് നമ്മൾക്ക് ആത്മീയ വളർച്ചയുടെ പൂർണ്ണതയിലേക്കും അനുഗ്രഹ സമൃദ്ധിയിലേക്കും ഒക്കെ പോകാനായിട്ട് സാധിക്കുന്നത്. ഒരു ആരോഗ്യമുള്ള ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്ന ആൾ കർത്താവിൽ വസിക്കേണ്ടതാണ്. അവിടെ മാത്രമേ നമുക്ക് അവാച്യമായ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. നമുക്ക് വീണ്ടും ഈ വായിച്ച ഭാഗത്തേക്ക് ഒന്നുകൂടെ മടങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ യോഹന്നാൻ്റെ സുവിശേഷം വളരെ തനിമകളുള്ളൊരു സുവിശേഷമാണ്. ആ സുവിശേഷത്തിൽ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ആ സുവിശേഷം എഴുതിയതിൻ്റെ ലക്ഷ്യം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാനിത് എഴുതിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ യേശു ദൈവപുത്രനായ ക്രിസ്തു ആണെന്നുള്ളത് വെളിപ്പെടുത്തുന്നതിനായിട്ട് ഒരുപാട് കാര്യങ്ങൾ യോഹന്നാൻ ഈ സുവിശേഷത്തിൽ ചെയ്യുന്നുണ്ട്, ലേഖനത്തിൽ ചെയ്യുന്നുണ്ട്. ലേഖനത്തിലേക്ക് വരുമ്പോഴാണ് അവൻ സത്യദൈവവും നിത്യജീവനും എന്ന പ്രയോഗമൊക്കെ നമ്മൾ കാണുന്നത്. സത്യദൈവമായ യേശു ക്രിസ്തു പല സന്ദർഭങ്ങളിലും പിതാവായ ദൈവം മോശയോട് പറഞ്ഞതുപോലെ ഞാനാകുന്നവൻ, ദൈവത്തോട് നീ ആരാണെന്ന് ചോദിച്ച മോശയോട് ദൈവം പറഞ്ഞത് ഞാനാകുന്നവൻ ഞാനാകുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ യോഹന്നാൻ്റെ സുവിശേഷം പരിശോധിച്ച് ഞാനാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് നാം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിലെല്ലാവർക്കും അറിയാവുന്ന കുറേ ഞാനാകുന്നുകളുണ്ട്. ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു, ഞാൻ അബ്രഹാമിന് മുമ്പേ ഉള്ളവനാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ വാതിലാകുന്നു, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു, ഞാൻ വഴിയും സത്യവും ജീവനും
ആകുന്നു, ഇങ്ങനെ ഒരുപാട് ഞാനാകുന്നു പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ 15-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലാണ് പറഞ്ഞത്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി ആകുന്നു. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും. അത് മലയാളത്തിൽ അത്രയും ഫോഴ്സ് വന്നിട്ടില്ല. ഇംഗ്ലീഷിൽ വായിക്കുകയാണെങ്കിൽ ഐ ആം ദ ട്രൂ വൈൻ, ഞാനാണ് സാക്ഷാൽ മുന്തിരിവള്ളി, അല്ലെങ്കിൽ ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി ആകുന്നു, ഞാൻ ആകുന്നു എന്ന് കർത്താവ് പറയുകയാണ്. അപ്പോൾ ഇത് ആരോടാണ് പറഞ്ഞത്, ഏത് സന്ദർഭത്തിലാണ് പറഞ്ഞതെന്ന് അറിയണമെങ്കിൽ 13-ാം അധ്യായം മുതൽ നമ്മൾ വായിക്കണം. ഞാനിപ്പോൾ നിങ്ങളെ വായിപ്പിക്കാൻ പോകുകയല്ല, എങ്കിലും ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ആദ്യത്തെ 12 അധ്യായങ്ങൾ പഠിക്കുമ്പോൾ പൊതുവിൽ പരസ്യമായിട്ട് യേശു എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യമാണ് യോഹന്നാൻ ആദ്യം വിവരിക്കുന്നത്. 13-ാം അധ്യായം മുതൽ 17-ാം അധ്യായം വരെ വായിക്കുമ്പോൾ ശിഷ്യന്മാരെ മാളികമുറിയിൽ കൂട്ടിക്കൊണ്ടുപോയി അവരോട് ഒരു മധുര സംഭാഷണം, അല്ലെങ്കിൽ അവരറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ ക്ലാസ്സുകളിൽ തന്നെ യേശുക്രിസ്തുവിൻ്റെ ക്രാഷ് കോഴ്സ് എന്നൊക്കെ പറഞ്ഞ് അത് എടുത്തിട്ടുണ്ട്. ഒരു തീവ്ര പരിശീലന പരിപാടിയിൽ അവരെ കൊണ്ടുവന്നിട്ട് 13-ാം അധ്യായം മുതൽ പല കാര്യങ്ങൾ അവരെ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിലൊരു സ്ഥായിയായ കാര്യമാണ് ഈ 15-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നത്. ഒരു നല്ല ഉപമയിൽ കൂടിയാണ് അവരെ പഠിപ്പിച്ചത്. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി ആകുന്നു. പക്ഷെ ഞാൻ ഇന്നതാകുന്നു എന്ന് മാത്രമല്ല പറഞ്ഞത്, അതോടൊപ്പം പറഞ്ഞു എൻ്റെ പിതാവ് തോട്ടക്കാരനാണ്, നിങ്ങൾ ഈ മുന്തിരിവള്ളിയിലെ ശാഖകൾ ആകുന്നു. അപ്പോൾ ആ ഉപമ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ അവിടെ പിതാവായ ദൈവമുണ്ട്, പുത്രനായ ദൈവമുണ്ട്, പരിശുദ്ധാത്മാവാൻ ദൈവമുണ്ട്, ഞാനും നിങ്ങളും അല്ലെങ്കിൽ നമ്മളും ഉണ്ട്. നമ്മളുടെ ഓരോരുത്തരുടെയും പൊസിഷൻ എന്താണെന്നൊന്ന് നമ്മൾ തിരിച്ചറിയണം. ഓരോരുത്തരുടെയും പൊസിഷൻ, ദൗത്യം ഒന്ന് തിരിച്ചറിയണം. കർത്താവ് പറഞ്ഞ ഓർഡറിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കർത്താവ് പറഞ്ഞു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി. വായിച്ചാട്ടെ, 1-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. അപ്പോൾ ആദ്യം എന്നെയും കർത്താവിനെയും കുറിച്ച് അല്ല പറഞ്ഞത്, ആരുടെ കാര്യമാണ് പറഞ്ഞത്? ഞാനും പിതാവും. ഞാൻ മുന്തിരിവള്ളിയാണ്. ഈ മുന്തിരിവള്ളിയിൽ ഇനി കുറേ ശാഖകളൊക്കെ, ബ്രാഞ്ചസൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ടുണ്ട്. പക്ഷെ ആ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ആരുണ്ട്? ഒരു തോട്ടക്കാരനുണ്ട്, ഒരു പിതാവായ ദൈവമുണ്ട്. എൻ്റെ പിതാവ് തോട്ടക്കാരൻ, വൈൻ ഡ്രസ്സർ എന്നാണ് NIV-യിലൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ തോട്ടത്തിൻ്റെ ഉടമസ്ഥനും ഇതിലെ ചെടികളെ പരിചരിക്കുന്നവനും അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നവനുമായ ഒരു പിതാവുണ്ട്. ആ പിതാവിൻ്റെ പദ്ധതിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നതിനായിട്ട് പുത്രനെ ഇങ്ങോട്ട് അയച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രക്ഷയുടെ കാര്യങ്ങളായി പറയുന്നതെന്നുള്ളതാണ് ഗ്രഹിക്കേണ്ടത്. ശിഷ്യന്മാരിത് ഗ്രഹിക്കണം. അവരത് ഗ്രഹിച്ച് ആ അവസ്ഥയിലേക്ക് വന്നെങ്കിലാണ് കർത്താവിൻ്റെ ദൗത്യം ഏറ്റെടുത്ത് ഈ ലോകത്തിൽ അത് അവർക്ക് ഭംഗിയായിട്ട് നടപ്പാക്കാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ ഒരു പദ്ധതി, അതാണ് തോട്ടക്കാരൻ, വൈൻ ഡ്രസ്സർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ പദ്ധതി പ്രകാരം ഒരു മുന്തിരി ചെടി, ആ മുന്തിരിച്ചെടിയാണ് ആര്? കർത്താവായ യേശുക്രിസ്തു. ആ മുന്തിരിച്ചെടിയിൽ എന്നെയും നിങ്ങളെയും ശാഖകളായിട്ട്, ബ്രാഞ്ചസായിട്ട്, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞതനുസരിച്ച് കൊമ്പുകളായിട്ട് ചേർത്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ കൊമ്പുകൾക്കകത്തുകൂടെ ഒഴുകുന്ന ജീവരസമാണ് പരിശുദ്ധാത്മാവ്. ആകുന്ന ജീവരസം ഈ മുന്തിരിച്ചെടിയിലും ബ്രാഞ്ചുകളിലും എല്ലാം അവിടെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് നിങ്ങൾ പറയും താഴോട്ട് വായിച്ചാൽ. അതുപോലെ തന്നെ 14-ാം അധ്യായവും 16-ാം അധ്യായവും ഒക്കെ വായിച്ചാൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അയക്കുന്ന കാര്യസ്ഥൻ അവൻ നിങ്ങളിലിരിക്കും, നിങ്ങളോട് കൂടെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാക്യങ്ങൾ ഇതിൻ്റെ കൂടെ ചേർക്കണം. അപ്പോൾ ചേർക്കുമ്പോഴാണ് നമുക്ക് പരിശുദ്ധാത്മാവാണ് അവിടെ നമുക്ക് ജീവൻ പകരുന്ന ജീവരസം എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ നമ്മൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യേശുക്രിസ്തു പറഞ്ഞത് നമ്മുടെ രക്ഷയെക്കുറിച്ചും നമ്മുടെ ആത്മീയ വളർച്ചയെക്കുറിച്ചും നമ്മുടെ വിശുദ്ധിയെക്കുറിച്ചും നമ്മുടെ ഫലപ്രാപ്തിയെക്കുറിച്ചും നാം തേജസ്കരിക്കപ്പെടാൻ പോകുന്നതിനെക്കുറിച്ചും അവൻ്റേതെല്ലാം നമ്മളുടേതാകുന്നതിനെക്കുറിച്ചൊക്കെയാണ്. അപ്പോൾ അതാണ് ഈ ബ്യൂട്ടിഫുൾ ഉപമയുടെ, മനോഹരമായിട്ടുള്ള ഉപമയുടെ അർത്ഥം എന്ന് ഗ്രഹിക്കണം. അപ്പോൾ അങ്ങനെ ഗ്രഹിക്കുമ്പോൾ പിതാവിൻ്റെ പരിപാലനയിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അവിടെ ഇംപ്ലൈഡായിട്ട് വെള്ളമൊഴിക്കുന്നതും വളമിട്ട് തരുന്നതും വളർത്തുമാറാക്കുന്നതും ഒക്കെ ആരാണ്? ഈ പിതാവായ ദൈവമാണ്. നമുക്ക് വാക്യമുണ്ട് പിന്നീട്, വളരുമാറാക്കുന്നത് ദൈവമാണ്. അപ്പോൾ ദൈവമാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മളതേക്കുറിച്ച് കുറച്ചുകൂടി ഉൾക്കാഴ്ചയിലേക്ക് വരുന്നതിനായിട്ട് ശ്രമിക്കുമ്പോൾ ഞാൻ ആരാണ്, നമ്മൾ ഓരോരുത്തരും ആരാണെന്ന് ചിന്തിക്കുമ്പോൾ വളരെ ക്ലിയറാണ്. ഞാനൊരു ശാഖയാണ്. ഐ എം എ ബ്രാഞ്ച് ഇൻ ദ വൈൻ. ഈ മുന്തിരി ചെടിയിൽ ഞാനൊരു ശാഖയാണ്, ഞാനൊരു വള്ളിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. 5-ാം വാക്യം, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. കൊമ്പുകൾ എന്നുള്ളതിന് ഞാൻ വേറൊരു പദം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ശാഖകളാണ്, ബ്രാഞ്ചസ് ആണ്. അപ്പം ഐ ആം ദ വൈൻ ആൻഡ് യു ആർ ദ ബ്രാഞ്ചസ്.
അപ്പം ഞാൻ ആണ് യഥാർത്ഥത്തിലുള്ള മുന്തിരി ചെടി, നിങ്ങൾ അതിനകത്തെ ബ്രാഞ്ചസ് ആണ്. അപ്പോൾ നമുക്കൊരു ചോദ്യം പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരേണ്ടതാണ്, ഇതെങ്ങനെ സംഭവിച്ചു? നിക്കോദിമോസ് ചോദിച്ചൊരു ചോദ്യമാണ്, ഇതെങ്ങനെ സംഭവിക്കും? അപ്പോൾ നമുക്കിപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സങ്കീർത്തനത്തിൽ നിന്ന് വേണമെങ്കിൽ ഉത്തരം പറയാം. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു. യഹോവയാൽ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മെ കൊണ്ടുവന്ന് കർത്താവായ യേശുക്രിസ്തുവിൽ ഒരു ശാഖയായി ഉറപ്പിച്ചത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. 1 കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. നിങ്ങൾ അവനാൽ എന്നവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളോ അവനാൽ. അവനാൽ എന്ന് പറഞ്ഞാൽ അവനാരാ? പിതാവായ ദൈവത്താൽ. വായിച്ചാട്ടെ. നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാൽ ഇപ്പോൾ എവിടെ ഇരിക്കുന്നു? ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. ഇംഗ്ലീഷിലെ NIV ബൈബിൾ എടുത്ത് വായിക്കുകയാണെങ്കിൽ, ഇറ്റ് ഈസ് ഗോഡ് ഹു ഹാസ് മെയ്ഡ് യു പാർട്ട് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ദൈവമാണ് നിങ്ങളെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഭാഗമാക്കി മാറ്റിയത്. 2 കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം വായിക്കുമ്പോൾ, 2 കൊരിന്ത്യ ലേഖനം 1-21 വായിക്കുമ്പോൾ, ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. ഞങ്ങളെ നിങ്ങളോട് കൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവ് എന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. അത് ഇംഗ്ലീഷിൽ വായിക്കുകയാണെങ്കിൽ, ഗോഡ് എസ്റ്റാബ്ലിഷ്ഡ് അസ് ഇൻ ക്രൈസ്റ്റ് ആൻഡ് അനോയിൻറ്റഡ് അസ്. ദൈവം നമ്മെ ക്രിസ്തുവിൽ കൊണ്ടുവന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തു, ഉറപ്പിച്ചു എന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, അനോയിൻറ്റഡ് അസ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകർന്നു. ആൻഡ് സീൽഡ് അസ് ആൻഡ് ഗിവൺ ദി ഏണസ്റ്റ് ഓഫ് ദ സ്പിരിറ്റ്. അതായത് ആത്മാവെന്ന അച്ചാരം നമുക്ക് തന്നു. അതാ ജീവരസം നമ്മളിൽ കൂടി ഒഴുകുന്നുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മെ ഉറപ്പിച്ചു എന്ന് മാത്രമല്ല, ഇനി ജീവരസം ക്രിസ്തുവിൽ നിന്ന് നമ്മളെയൊക്കെ ഒഴുകുന്നതിനായിട്ട് പരിശുദ്ധാത്മാവിനെയും നമ്മുടെ മേൽ ആക്കി, അഭിഷേകം നമ്മുടെ മേൽ തന്നു. അപ്പോൾ ഇത് ഈ പറഞ്ഞ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലും ഉണ്ടായിരുന്നു കേട്ടോ. 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. സോ ഇറ്റ്സ് ആൻ ആക്ട് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഒരു പരിപാടിയാണ് നമ്മളെ തിരഞ്ഞെടുത്ത്. നമ്മൾ പലരും അഭിമാനിക്കുന്നത്, ഞാൻ കർത്താവിന് എന്തോ ഒരു ഔദാര്യം ചെയ്തു, ഞാൻ കർത്താവിനെ അങ്ങ് സ്വീകരിച്ചു, ഞാൻ കർത്താവിൻ്റേതായി എന്നൊക്കെയാണ്. അല്ല, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ രക്ഷ എവിടുന്ന് വരുന്നു? രക്ഷ ദൈവത്തിങ്കൽ നിന്ന് വരുന്നു. അത് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. ദൈവപ്രവൃത്തി എന്നിൽ വെളിപ്പെട്ടപ്പോൾ അവൻ എന്നെ ഈ ലോകത്തിൽ നിന്ന് വിളിച്ച് വേർതിരിച്ച് എവിടെ കൊണ്ടുവന്ന് ഒട്ടിച്ചു ചേർത്തു? എവിടെ കൊണ്ടുവന്ന് വെച്ചു? കർത്താവിൽ. ഈ നല്ല മുന്തിരിച്ചെടിയിൽ ഒരു ശാഖയാക്കി എന്നെ മാറ്റി. അത് ഉൾക്കൊണ്ടപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഐ ഡോണ്ട് ലിവ് എനി ലോങ്ങർ. ഇനി ഞാൻ ജീവിക്കുന്നില്ല, കാരണം എന്നെ കൊണ്ടുവന്ന് ക്രിസ്തുവിൽ ചേർത്തിരിക്കുകയാണ്. ഞാനും ക്രിസ്തുവും കൂടി ഇപ്പോൾ ഒന്നായി ചേർന്നിരിക്കുകയാണ്. അവൻ യഥാർത്ഥത്തിലുള്ള മുന്തിരി, ഞാൻ അതിലെ ശാഖ. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഗലാത്യ ലേഖനം 2:20 പലർക്കും അറിയാവുന്ന വാക്യമാണ്. അപ്പോൾ ഞാൻ ക്രിസ്തുവിൽ വന്ന് ചേർന്ന് കഴിഞ്ഞപ്പോൾ ഇനി എൻ്റേതായ ഒരു ജീവിതം എനിക്കില്ല. നമ്മൾ ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും ഒക്കെ കണ്ടിട്ടുള്ളതൊന്ന് ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ, ബഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാനല്ല, ആ ജീവരസം തായ്തടിയിൽ നിന്ന് വന്നിട്ട് ആ ജീവനാണ് വളരുന്നത്. അപ്പോൾ നമ്മളെ കർത്താവിൽ കൊണ്ടുവന്ന് ചേർത്ത് കഴിയുമ്പോൾ ഞാനല്ല ഇനി വളരുന്നത്, കർത്താവാണ് എന്നിൽ കൂടി ജീവിക്കുവാനായിട്ട് പോകുന്നത്. അല്ല, വേറെ തരത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ 1 കൊരിന്ത്യ ലേഖനത്തിലേക്കൊന്ന് മടങ്ങി വന്നാൽ 1-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം ഇങ്ങനെയാണ്, അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. 1:30. നിങ്ങൾ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. അപ്പം നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിയലൈസേഷനായി പറയുന്നത്, അതായത് എന്നെ ക്രിസ്തുവിനോട് ചേർത്ത് കഴിയുമ്പോൾ, ഞാൻ അവിടെ ഇരുന്ന് ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് ദൈവം വെളിപ്പാട് തന്നിട്ട് പറയുകയാണ്, അവനാണ് എൻ്റെ ജ്ഞാനം, അവനാണ് എൻ്റെ നീതി. എനിക്ക് സ്വന്തമായിട്ട് ഇനി ഒരു നീതിയില്ല, എനിക്ക് സ്വന്തമായിട്ടൊരു ജ്ഞാനമില്ല. അവനാണ് എൻ്റെ ശുദ്ധീകരണം, അവനാണ് എൻ്റെ വീണ്ടെടുപ്പ്. എനിക്ക് എന്തെങ്കിലുമൊക്കെ ആത്മീയമായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം കാരണക്കാരൻ അവനാണ്. ഇത് പിതാവിൻ്റെ ഒരു പ്രവൃത്തിയായിരുന്നു. പക്ഷേ ക്രിസ്തു വഴിയാണ് ഞാൻ
അനുഭവിച്ചത്. ഞാൻ പിതാവിനെ അല്ല കണ്ടത്, ഞാൻ കണ്ടത് ക്രിസ്തുവിനെയാണ്. ക്രിസ്തു വഴി പിതാവിൻ്റെ അടുത്തേക്ക് പോവുക ചെയ്യുന്നത്. പിതാവിൻ്റെ പ്രവൃത്തി ക്രിസ്തു വഴി എന്നിൽ വെളിപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രഹിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ 5-ാം വാക്യത്തിൽ പറയുകയാണ്, ഐ ഡു നോട്ട് ഹാവ് എ ലൈഫ് എപ്പാർട്ട് ഫ്രം ഹിം. എനിക്ക് അവനെ പിരിഞ്ഞ് ഒരു ജീവിതമില്ല. 15:5. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. അടുത്ത ലൈൻ, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. സിമ്പിൾ എക്സാമ്പിൾ. അതായത് ഒരു മുന്തിരിച്ചെടിയിൽ ഒരു ശാഖ, ഒരു ബ്രാഞ്ച് വസിക്കുന്നില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. കാരണം അതിൽ നിന്ന് അടർന്നു പോയാൽ, ഒടിഞ്ഞു പോയാൽ പിന്നെ എന്ത് സംഭവിക്കും? ഉണങ്ങിപ്പോകും. ഉണങ്ങിപ്പോയാൽ പിന്നെ എന്ത് ചെയ്യും? അത് അടിച്ചുകൂട്ടി തീക്കകത്തിടും, കത്തിച്ച് കളയും. അത് അതിൻ്റെ കാര്യം അതോടുകൂടെ കഴിഞ്ഞു. അതുകൊണ്ട് പിരിയാൻ പറ്റുകയില്ല. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. 4-ാം വാക്യത്തിൽ പറഞ്ഞു, എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. 4-ാം വാക്യം, എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. അൺലെസ് യു റിമെയിൻ ഇൻ മീ, അൺലെസ് യു അബൈഡ് ഇൻ മീ. എന്നിൽ നിരന്തരം വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഇത് ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ ഞാനൊരു കാര്യം ചോദിക്കാറുണ്ട്, അതിന് ക്യാൻ വി ടേക്ക് എ ബ്രേക്ക്? ഞങ്ങൾ കർത്താവിൽ വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല, ഒരു ബ്രേക്കും എടുക്കാനായിട്ട് പറ്റുകയില്ല. ഈസ് ദർ ആൻ ഇൻ്റർവെൽ? അവിടെ ഒരു ഇൻ്റർവെൽ ഉണ്ടോ? ഇല്ല, ഒരു ഇൻ്റർവെൽ ഇല്ല. ഇൻ്റർമിറ്റൻ്റ് ആയിട്ട് നിരന്തരമായിട്ട് വസിക്കുകയും ആ ജീവൻ നമ്മളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയുമാണ് ഓരോ നിമിഷവും ഓരോ ദിവസവും. ഇത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് വചനത്തിൽ നിന്ന് തന്നെ ഒരു ഭാഗം വായിക്കുന്നത് നല്ലതാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 27-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെ വായിക്കണം. ഞാൻ ലാഭിക്കാൻ വേണ്ടി 3-ാം വാക്യത്തിലേക്ക് വരികയാണ്. യെശയ്യാവ് 27-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങളിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, മനോഹരമായ ഒരു മുന്തിരിത്തോട്ടം, ധാരാളം മുന്തിരിച്ചെടികൾ, അത് നിറച്ച ശാഖകളും കായ്കളും ഒക്കെ. ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളത് 3-ാം വാക്യത്തിലാണ്. നമുക്ക് 3-ാം വാക്യം മാത്രം വായിക്കാം. യഹോവയായി ഞാൻ അതിനെ സൂക്ഷിക്കും, ക്ഷണം പ്രതി ഞാൻ അതിനെ നനയ്ക്കും, ആരും അതിനെ തൊടാതിരിക്കേണ്ടതിന് ഞാൻ അതിനെ രാവും പകലും സൂക്ഷിക്കും. വെരി വണ്ടർഫുൾ വേഴ്സ്. വളരെ അത്ഭുതകരമായ ഒരു വാക്യമാണ്. അപ്പോൾ അവിടെ യഹോവയായ ഞാൻ, ആരാണ് യഹോവയായ ഞാൻ? തോട്ടക്കാരൻ, ഉടമസ്ഥൻ. നമ്മൾ കർത്താവ് പറഞ്ഞ ഉപമയിൽ കണ്ടല്ലോ, എൻ്റെ പിതാവ് വൈൻ ഡ്രസ്സറാണ്, തോട്ടക്കാരനാണ്. അവൻ്റെ ശ്രദ്ധയിലും അവൻ്റെ ഉടമസ്ഥതയിലുമാണ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ യഹോവയെ ഞാൻ അതിനെ സൂക്ഷിക്കും. എങ്ങനെ സൂക്ഷിക്കും? ക്ഷണം പ്രതി, മോമെന്റ് ബൈ മോമെന്റ്, ക്ഷണം പ്രതി, കണ്ണിമയ്ക്കാതെ ദൈവം ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളവിടെ വേണം കേട്ടോ. ക്ഷണം പ്രതി ഞാനതിനെ നനയ്ക്കും, ക്ഷണം പ്രതി ഞാനതിനെ നനയ്ക്കും, ആരും അതിനെ തൊടാതിരിക്കേണ്ടതിന് ഞാനതിനെ രാവും പകലും സൂക്ഷിക്കും. ചില ആളുകളൊക്കെ വന്ന് നല്ല മുന്തിരിയൊക്കെ ഉണ്ടായി നിൽക്കുമ്പം ഒരു കമ്പൊക്കെ ഒടിച്ച് കളയുന്ന നിങ്ങൾ വാശിയുള്ളവരും ശത്രുക്കളും ഒക്കെ എന്ത് ചെയ്യും? നിങ്ങൾ അങ്ങനെ കൃഷി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത് കാണാൻ സാധിക്കും. അസൂയാലുക്കളായ ആളുകൾ പരിസരത്തുണ്ടെങ്കിൽ ചിലതൊക്കെ വന്ന് ഒടിച്ചു കളയും. ആരും കൃഷി ചെയ്യാത്തതുകൊണ്ട് ഇത് കാണാത്തതായിരിക്കും. അങ്ങനെ ചെയ്യാതിരിക്കേണ്ടതിന് കർത്താവ് പറയുകയാണ്. കർത്താവിൻ്റെ ആ കെയർ എന്തുമാത്രം ഉണ്ടെന്നുള്ളതാണ് നോക്കേണ്ടത്. ആരും അതിനെ തൊടാതിരിക്കേണ്ടതിന് ഞാനതിനെ രാവും പകലും സൂക്ഷിക്കും. ക്ഷണം പ്രതി നനയ്ക്കും, രാവും പകലും സൂക്ഷിക്കും. ഇത്രയും കെയർ നമുക്ക് തരുന്ന ദൈവത്തിന് സ്തോത്രം. അപ്പം നമ്മൾ പക്ഷേ അത്രയും ഗൗരവത്തിൽ അത് എടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ബ്രേക്കില്ല. നാം ക്ഷണം പ്രതി ഈ മുന്തിരിവള്ളിയിൽ വസിക്കണം. രാവും പകലും അവൻ നമ്മളെ മയങ്ങാതെ ഉറങ്ങാതെ അവൻ നമ്മളെ കാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ നമുക്ക് ചുറ്റും പരിചയമായിട്ട് ഇരിക്കുകയാണ്. ദ വൈൻ ഡ്രസ്സർ ഈസ് വെരി വെരി ഡിലിജൻറ്റ്, വെരി വെരി കെയർഫുൾ. അപ്പോൾ എൻ്റെ രീതിയിൽ പറയുകയാണെങ്കിൽ ഈ ക്ഷണം പ്രതി നനയ്ക്കണമെങ്കിൽ സ്പ്രിങ്കിൾ ഇറിഗേഷനോ ഡ്രിപ്പ് ഇറിഗേഷനോ അങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഓരോ നിമിഷവും ഓരോ തുള്ളി വെള്ളം വീണ് ഈ സ്ഥലം ഇങ്ങനെ നനഞ്ഞ് ഫെർട്ടൈലായിക്കൊണ്ടിരിക്കുകയാണ്. ഡേ ആൻഡ് നൈറ്റ് ഒരു ഇടതടവില്ലാതെ കർത്താവ് ഇങ്ങനെ നമ്മളെ അനുഗ്രഹിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു റിയലൈസേഷൻ നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്നൊരു ചിന്തയാണ് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ 8-9 വാക്യങ്ങളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, എനിക്ക് അവനിൽ ഇരിക്കേണ്ടതിന്, ഐ വോണ്ട് ടു കണ്ടിന്യൂസ്ലി അബൈഡ് ഇൻ ഹിം. അവനിൽ നിന്ന് മാറിപ്പോകാൻ എനിക്ക് ആഗ്രഹമില്ല. എന്നെ മാറ്റാൻ വരുന്ന എല്ലാ കാര്യങ്ങളെയും ഉപേക്ഷിച്ച് കളയുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. 8-9 വാക്യങ്ങൾ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 8-9. എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ എല്ലാം ഛേദം എന്ന്
എണ്ണുന്നു. അത്രയുമല്ല, എന്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിന്, അവനെ നേടേണ്ടതിന്, അവനിൽ ഇരിക്കേണ്ടതിന്. കാരണം അവനിൽ ഇരുന്നെങ്കിൽ മാത്രമേ അവനിൽ നിന്നുള്ള നേട്ടം, കൂടുതൽ ജീവരസം എന്നിലേക്ക് ഒഴുകി വരികയുള്ളൂ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദൈവം നമ്മളെ പോഷിപ്പിക്കുന്നവനും നിലനിർത്തുന്നവനും സൂക്ഷിക്കുന്നവനുമാണ്. ഗോഡ് ഈസ് അവർ പ്രൊവൈഡർ, സസ്റ്റെയിനർ ആൻഡ് ദ വൺ ഹൂ പ്രൊട്ടക്ട്സ് അസ്. നമ്മളെ കാത്തു സൂക്ഷിക്കുന്നത്, നിലനിർത്തുന്നത്, നമ്മളെ പോഷിപ്പിക്കുന്നത്. പക്ഷെ നമ്മളൊരു കാര്യം ചെയ്യണം, അവനിൽ തന്നെ ഇരിക്കണം. അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമുക്ക് ദൈവം ഫ്രീ വില്ല് തന്നിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ. സ്വതന്ത്രമായിട്ട് തീരുമാനിക്കാനുള്ള കഴിവ് തന്നിട്ടുള്ളത് കൊണ്ട്. ഒരു ചെടിയുടെ കമ്പ് പോലല്ല. എന്നാൽ നമുക്ക് നമ്മിൽ തന്നെ തിരഞ്ഞെടുക്കാനും തീരുമാനിക്കാനുമുള്ള കപ്പാസിറ്റി ദൈവം തന്നിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്. അത് നമ്മൾ കർത്താവിന് വിധേയപ്പെടുത്തുമോ എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ വിധേയപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കുന്ന ഒരു തീരുമാനമാണ്, പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകളിൽ കൂടി നമ്മൾ ഓരോരുത്തരും എടുക്കേണ്ട ഒരു തീരുമാനമാണ്. എന്താണ്? ഞാൻ അവനിൽ ഇരിക്കേണ്ടതിന്. അപ്പോൾ അവനിൽ ഇരിക്കണമെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തുന്ന പലതിനെയും മാറ്റിക്കളയേണ്ടതായിട്ട് വരും. ഒരു കൊമ്പും മുന്തിരിവള്ളിയും കൂടി ആകുമ്പോൾ അതിന് തടസ്സമുണ്ടാക്കുന്ന, അതിൻ്റെ ഒഴുക്കിനെ തടയുന്ന കാര്യങ്ങളൊക്കെ പിതാവ് വൈൻ ഡ്രസ്സർ നീക്കുന്നത് പോലെ. പക്ഷെ ഇവിടെ എനിക്ക് ഒരു സ്വതന്ത്രമായിട്ടുള്ള ഇച്ഛാശക്തി ഉള്ളതുകൊണ്ട് ഞാൻ അതിനകത്ത് ശ്രദ്ധിച്ചിട്ട് വേണ്ടാത്തത് ബാക്കിയുള്ളതിനെയൊക്കെ മാറ്റിക്കളഞ്ഞിട്ട് ഞാൻ അവനിൽ ഇരിക്കണം, ഞാൻ അവനെ നേടണം. അവനിൽ നിന്ന് കൂടുതൽ ജീവൻ എന്നിലേക്ക് ഒഴുകി വരണം. അതിനുവേണ്ടിയാണ് ഈ പരിശുദ്ധാത്മാവിനെ പോലും നമ്മിലാക്കിയിരിക്കുന്നത്. നമുക്ക് യോഹന്നാൻ്റെ ലേഖനത്തിലേക്ക് പോയിട്ട് ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നതിൻ്റെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്താണ് എന്നറിയണമെങ്കിൽ 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 27-28 വാക്യങ്ങൾ വായിക്കണം. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആര് നിങ്ങളെ ഉപദേശിക്കുവാൻ ആവശ്യമില്ല. ഇതെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വാക്യമാണെന്ന് എനിക്കറിയാം. കാരണം ഉപദേശങ്ങളെയൊക്കെ തട്ടിക്കളയാൻ വേണ്ടി ആളുകൾ എടുക്കുന്ന ഒരു വാക്യമാണ്. അവനാൽ പ്രാപിച്ച അഭിഷേകം നമ്മളിൽ ഇരിപ്പുണ്ട്, ആരും നമ്മളെ ഉപദേശിക്കാൻ ആവശ്യമില്ല, അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരും. ഒക്കെ ശരിയാണ്. പക്ഷെ അത് മുഴുവനൊന്ന് വായിച്ച വാക്യം മുഴുവനൊന്ന് വായിച്ച് കേട്ടാൽ, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിക്കുവാൻ ആവശ്യമില്ല, അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയാലും അത് ബോഷ്കല്ല സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിക്കുവിൻ. The totality of all the teachings of the Holy Spirit. പരിശുദ്ധാത്മാഭിഷേകം നമ്മളെ ഉപദേശിക്കുന്നതിൻ്റെ ആകത്തുക ഒരൊറ്റ വാക്യത്തിൽ യോഹന്നാൻ അവിടെ കാച്ചി കുറുക്കി എഴുതി വെച്ചിട്ട് പറയുകയാണ്, അവൻ നിങ്ങളെ ഉപദേശിച്ചതുപോലെ, നിരന്തരം ഉപദേശിക്കുന്നത് പോലെ. എന്താണ്? നിങ്ങൾ അവനിൽ വസിപ്പീൻ, കണ്ടിന്യൂ ടു അബൈഡ് ഇൻ ഹിം. ഇതാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം പരിശുദ്ധാത്മാവിന് യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്താനേ ഉള്ളൂ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ സ്വതന്ത്രമായിട്ടുള്ള ഗമനങ്ങളിൽ നിങ്ങൾ സ്വതന്ത്രമായിട്ട് വിഹരിച്ചോളാനല്ല പറയുന്നത്. യു റിമെയിൻ ഇൻ ക്രൈസ്റ്റ്, നിങ്ങൾ ക്രിസ്തുവിൽ തന്നെ വസിക്കണം. അടുത്ത വാക്യം, ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അടുത്ത വാക്യത്തിൽ എന്താ പറഞ്ഞത്? ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിക്കുകയും. ആണ്ടോ, ഇങ്ങനെ നമ്മൾ എത്ര കാലം അനുഗമിക്കണം എന്ന് ഞാൻ തുടക്കത്തിൽ ചോദിച്ചതുപോലെ അവന്റെ പ്രത്യക്ഷത വരെ. അപ്പൊ അതിന് ഇടയ്ക്ക് നമ്മൾ ബ്രേക്ക് എടുക്കുകയോ നമ്മൾ നമ്മുടെ വഴിക്ക് പോകുകയോ ഒക്കെ ചെയ്തെങ്കിൽ എന്ത് സംഭവിക്കും? അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങൾ ധൈര്യശാലികളാകുകയല്ല, ലജ്ജിച്ചു പോകും, നാണം കെട്ടു പോകും. കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ ഒരുപാട് പേര് നാണം കെട്ടു പോകും. അങ്ങനെ നാണം കെട്ട് പോകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? അപ്പോൾ ഈ 2 വാക്യങ്ങളിലും പറഞ്ഞത് പരിശുദ്ധാത്മാവ് നിരന്തരം നമ്മളെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട പൗലോസാ പറഞ്ഞത്, എനിക്ക് അവനിൽ ഇരുന്നാൽ മതി, എനിക്ക് അവനെ നേടിയാൽ മതി, ബാക്കിയുള്ളതെല്ലാം ഞാൻ ചവറന്ന് എണ്ണുന്നു. അപ്പോൾ ഈ കർത്താവിൽ വസിക്കുന്നതിൻ്റെ പ്രാധാന്യം ഗ്രഹിക്കുവാൻ കഴിയുകയാണെങ്കിൽ വി വിൽ കണ്ടിന്യൂസ്ലി അബൈഡ് ദർ ആൻഡ് ദ ഹോളി സ്പിരിറ്റ് വിൽ എൻകറേജ് അസ്. പരിശുദ്ധാത്മാവ് നമ്മളെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും. അത് നമ്മൾ
നിങ്ങളെ ഉപദേശിച്ചുകൊണ്ടിരിക്കും, നിങ്ങൾ അവനിൽ വസിക്കണം. അങ്ങനെ വസിച്ചാൽ അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങൾക്ക് ധൈര്യമുണ്ടാകും, നിങ്ങൾ ലജ്ജിച്ച് പോവുകയില്ല. ആമോസ് പറഞ്ഞതുപോലെ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ദൈവത്തെ എതിരേൽപ്പാൻ നമ്മൾ ഒരുങ്ങുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവനിൽ വസിക്കുക വഴിയാണ്. പക്ഷേ അത് ഇങ്ങനെ വസിക്കുന്നതിനകത്ത് എന്താണ്ടൊക്കെ നമ്മൾ ചെയ്യാനുണ്ടെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ഞാൻ അതിനും ഒരു ഉത്തരം നൽകുവാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നമ്മൾ ഈ വസിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിമ്പിൾ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും, വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം. ഇസ്രായേലിന്റെ പരിശുദ്ധനായി യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും, വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ഫലം. ഹൗ ടു കണ്ടിന്യൂ അബൈഡിങ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അങ്ങനെ നിരന്തരം കർത്താവ് വരുന്നത് വരെ, ഞാൻ മരിക്കുന്നത് വരെ എങ്ങനെ അവനിൽ തന്നെ വസിക്കാൻ കഴിയും എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഈ വാക്യത്തിൽ ഇപ്പോൾ നമുക്ക് കിട്ടിയത്. നിങ്ങൾ മനം തിരിഞ്ഞ്, നമ്മുടെ മനസ്സിലുള്ള ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഏതാണ്ടൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം, ഏതാണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ ഒന്നും ഇല്ല, ചെയ്യാൻ വേറൊരാളുണ്ടല്ലോ, തോട്ടക്കാരനുണ്ട്. എല്ലാം ചെയ്യാൻ ആരുണ്ട്? തോട്ടക്കാരനുണ്ട്. അവനാണ് വെള്ളമൊഴിച്ച് തരുന്നത്, അവനാണ് വളമിട്ട് തരുന്നത്, അവനാണ് രാവും പകലും നിന്നെ കാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നീ എന്ത് ചെയ്താൽ മതി? നീ മനം തിരിഞ്ഞ് അടങ്ങിയിരിക്കണം. അങ്ങനെ അടങ്ങിയിരുന്നാൽ നീ രക്ഷിക്കപ്പെടും. നീ പ്രവർത്തിച്ചാൽ, കാരണം രക്ഷയ്ക്ക് വേണ്ടി ഒന്നും പ്രവർത്തിക്കാൻ നിന്നെക്കൊണ്ട് കഴിയുകയില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഇറ്റ് ഈസ് ഓഫ് ഗോഡ്. രക്ഷ ദൈവത്തിൽ നിന്നാണ്, അത് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ നീ എന്ത് ചെയ്യണം? ഒന്ന് നിൻ്റെ ഫ്രീ വില്ലൊക്കെ ഒന്ന് അടക്കി വെച്ച് മനം തിരിഞ്ഞ് അടങ്ങി അവിടെ ഇരിക്കണം. വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം. വലിയ സർക്കസ് ഒന്നും കാണിക്കാതെ ഈ കൊമ്പ് മുന്തിരിവള്ളിയിൽ തന്നെ അങ്ങ് ഇരിക്കുകയാണെങ്കിൽ വേണ്ട കാര്യങ്ങളൊക്കെ നടന്നോളൂ എന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്താണ്ടൊക്കെ അങ്ങ് പ്രവർത്തിക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും പ്രവർത്തിക്കാൻ കഴിയുകയില്ല. മുന്തിരിവള്ളിയിൽ വസിക്കുന്ന ഒരു ശാഖയ്ക്ക് ആശ്രയിക്കുവാനും വിശ്രമിക്കുവാനും അല്ലാതെ ഒന്നും ചെയ്യാനില്ല, ഒന്നും ചെയ്തിട്ട് കാര്യവുമില്ല. ഉണ്ടോ? ഒരു ശാഖയ്ക്ക് മുന്തിരിവള്ളിയിൽ വസിക്കുക എന്നുള്ളതല്ലാതെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഒന്നും ചെയ്യാനൊക്കത്തുമില്ല. അത് നമ്മളൊന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മൾ മനം തിരിഞ്ഞ് അടങ്ങിയിരിക്കണം, നമ്മളതിൽ വിശ്രമിക്കണം, നമ്മളതിൽ ആശ്രയിക്കണം. അങ്ങനെ വാസത്തിൽ തന്നെ ഇങ്ങനെ തുടരണം. അങ്ങനെ തുടരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ വരികയാണെങ്കിൽ എങ്ങോട്ടെങ്കിലുമൊക്കെ തിരിച്ചു വിടണമെങ്കിൽ അതിൻ്റെ പോക്കും പടർച്ചയൊക്കെ എങ്ങനെ വേണമെന്നുള്ളതൊക്കെ നോക്കാൻ ആരുണ്ട്? തോട്ടക്കാരനുണ്ട്, അവൻ ചെയ്തോളും. നമ്മളെക്കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നതും നിർത്തുന്നതും ഇരുത്തുന്നതും നടത്തുന്നതും എല്ലാം തോട്ടക്കാരനാണ്. അങ്ങനെ നോക്കാൻ ഒരു ദൈവം ഉണ്ടെന്നുള്ള കാര്യം നമുക്കൊരു വിശ്വാസം വരണം. കാരണം നേരത്തെ വായിച്ച വാക്യം മറന്നു പോകരുത്. യെശയ്യാവിൽ നിന്ന് ക്ഷണം പ്രതി രാവും പകലും അവൻ ബദ്ധശ്രദ്ധനായിട്ട് നോക്കിയിരിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മൾ രൂത്തിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നാൽ അവൻ അടങ്ങിയിരിക്കുകയല്ല, നീ അടങ്ങി ഇരിക്കുക. അപ്പോൾ നമ്മളങ്ങ് വിശ്രമിക്കുകയും ആശ്രയിക്കുകയും ചെയ്താൽ ബാക്കിയെല്ലാം ദൈവം. ഇപ്പം നമ്മൾ ദൈവം പ്രവർത്തിക്കാത്തത് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. നമ്മുടെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ ഇന്നുവരെയും പ്രവർത്തിക്കുന്നു. അവൻ പ്രവർത്തിക്കുന്നുണ്ട്, അവൻ കർമ്മനിരതനാണ്, അവൻ നമ്മുടെ കാര്യങ്ങളിലെല്ലാം ബദ്ധശ്രദ്ധനാണ്. അവൻ നമ്മെ രക്ഷിക്കുന്നതിനും നമ്മെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നതിനും. ഇനി നമ്മൾ ഫിലിപ്പിയ ലേഖനം പഠിക്കുമ്പോൾ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് നിങ്ങളിൽ പ്രവർത്തിക്കുന്നത്, ഇച്ഛിക്കുന്നതും പ്രവർത്തിക്കുന്നതും ദൈവമല്ലോ. പക്ഷെ ദൈവത്തെ പ്രവർത്തിക്കാനൊന്ന് അനുവദിക്കണ്ടേ? നമ്മുടെ ഫ്രീ വില്ലൊക്കെ ഒന്ന് അടക്കി വെച്ചിട്ട് വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും മനം തിരിഞ്ഞ് അടങ്ങിയിരിക്കുന്നതിൽ എനിക്കൊന്നും ചെയ്യാനില്ല, എല്ലാം കർത്താവ് ചെയ്തോളും, എന്നെക്കൊണ്ട് അവൻ ചെയ്യിപ്പിക്കുകയാണ്, ഞാനൊരു ഉപകരണം മാത്രമാണ്. ഇങ്ങനെ നാം സമർപ്പിതരായിട്ടിരിക്കണം. ഈ ആശയം അപ്പോസ്തലനായ പൗലോസിൻ്റെയും മറ്റ് ലേഖനകർത്താക്കളുടെയും ഒക്കെ മനസ്സിൽ കയറിയപ്പോഴാണ് അവരുടെ ലേഖനങ്ങളൊക്കെ നിങ്ങൾ വായിച്ചാൽ ക്രിസ്തുവിൽ, ഇൻ ക്രൈസ്റ്റ് എന്ന പ്രയോഗം ഇങ്ങനെ ആയിരക്കണക്കിന് പ്രാവശ്യം കാണാൻ പറ്റും. ശ്രദ്ധിച്ച് ബൈബിൾ വായിക്കുകയാണെങ്കിൽ, ലേഖനങ്ങൾ വായിക്കുകയാണെങ്കിൽ ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ, ക്രിസ്തുവിൽ. എൻ്റെ ബൈബിൾ സർവേ ക്ലാസ്സിൽ തന്നെ എഫേസ് ലേഖനം പഠിപ്പിച്ചപ്പോൾ ഞാൻ നിങ്ങൾക്കത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എഫേസ് ലേഖനത്തിൽ മാത്രം 35 പ്രാവശ്യമാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്? ഇൻ ക്രൈസ്റ്റ്. തുടങ്ങുന്നത് തന്നെ ക്രിസ്തു യേശുവിൽ വിശ്വാസികളായവർക്ക്, അവനിൽ നിങ്ങളെ തെരഞ്ഞെടുത്തു, അവനിൽ നമുക്ക് വീണ്ടെടുപ്പുണ്ട്, അവനിൽ നാം അവകാശം പ്രാപിച്ചു. ഇങ്ങനെ അവനിൽ നമുക്ക് ആത്മാവിനെ ലഭിച്ചു, മുദ്ര കിട്ടി, അവനിൽ നാം വളരുന്നു, അവനിൽ നാം കൂട്ടവകാശികൾ, അവനിൽ ആശ്രയിച്ചിട്ട്. ഫിലിപ്പിയ ലേഖനം വായിക്കുകയാണെങ്കിൽ എല്ലാ അധ്യായവും തുടങ്ങുന്നത് ക്രിസ്തുവിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ്. 1-ാം അധ്യായത്തിൽ ക്രിസ്തുവേശുവിൽ ഉള്ള സകല വിശുദ്ധന്മാർക്കും, 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, 3-ന്റെ 1 കർത്താവിൽ സന്തോഷിപ്പീൻ, 4-ന്റെ 1 കർത്താവിൽ
നിലനിൽപ്പീൻ. നമ്മളിതിങ്ങനെ വായിച്ചു വിടുമ്പോൾ അത്ര ശ്രദ്ധ എടുക്കാറില്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ ലേഖനങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ കൊലോസ് ലേഖനം തുടങ്ങുന്നത് അങ്ങനെയാണ്, ക്രിസ്തുവേശുവിൽ വിശ്വസ്ത സഹോദരന്മാർ. തെസലോനിക്ക ലേഖനം തുടങ്ങുന്നത് അങ്ങനെയാണ്, ക്രിസ്തുവേശുവിലുള്ള തെസലോനിക്ക സഭയ്ക്ക്. സോ ക്രിസ്തുവേശുവിനെ പിരിഞ്ഞ് ഒരു വിശ്വാസിക്ക് ജീവിതമില്ലെന്ന് ലേഖനങ്ങളെല്ലാം ഉച്ചസ്ഥൈരി വളരെ ഉച്ചത്തിൽ ഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മളതൊന്ന് കേൾക്കണം കേട്ടോ. കൊലോസ് ലേഖനത്തിൽ ഒരു ബ്യൂട്ടിഫുൾ വാക്യമുണ്ട്, 2-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. ഈ അബൈഡിങ്ങിനെ കുറിച്ച് നല്ല എക്സ്പ്രസീവാണ് വാക്യം. നിങ്ങൾ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പീൻ, അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചും. നമുക്ക് വായിക്കാം കൊലോസ് ലേഖനം 2:6-7 വാക്യങ്ങൾ. ആകയാൽ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടക്കുവിൻ. യേശുക്രിസ്തുവിനെ നിങ്ങൾ അംഗീകരിച്ച് സ്വീകരിച്ച്, നിങ്ങളെ ക്രിസ്തു സ്വീകരിച്ചു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി അവനോടുള്ള ക്ലോസ്നെസ്സിൽ കൂട്ടായ്മയിൽ നടക്കണം. വേരുകളൊക്കെ അവനിലേക്ക് ആഴത്തിൽ ഇറങ്ങണം. അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും. അപ്പൊ അത് ഒരു അഗ്രികൾച്ചറൽ ടേമാണ്. അവനിൽ വേരൂന്നി നാം വെള്ളം, ജീവരസം വലിച്ചെടുത്ത് ആ ബ്രാഞ്ച് വളർന്നു വരണം. അങ്ങനെ വളർന്നു വരുമ്പോൾ വിശ്വാസത്തിൽ ഉറയ്ക്കും, സ്തോത്രത്തിൽ കവിയും. അങ്ങനെ നിങ്ങൾക്ക് വിശ്രമിച്ച് ആശ്രയിച്ച് അടങ്ങിയിരിക്കാൻ. എഫേസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിലും അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു മന്ദിരത്തിൻ്റെ എക്സാമ്പിളാണ് 2:21. അവനിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അപ്പോൾ കർത്താവിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു. അപ്പോൾ ഈ ക്രിസ്തുവിലാകുക, അവനിൽ വസിക്കുക എന്നുള്ളത് വേദപുസ്തകത്തിൻ്റെ സ്ഥായിയായ ചിന്തയാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു പക്ഷേ ഇത് നമുക്ക് നന്നായിട്ട് കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ് പിതാവും പുത്രനും കൂടി നമുക്ക് വെളിപ്പെടുത്തി തന്നു. നമുക്ക് തിരിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് വന്ന് 9-10 വാക്യങ്ങൾ വായിച്ചാൽ, 15-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഞാൻ എൻ്റെ പിതാവിൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ എൻ്റെ സ്നേഹത്തിൽ വസിപ്പീൻ. അത് ശരിക്കും പറഞ്ഞാൽ, ഞാൻ എൻ്റെ പിതാവിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എന്നിൽ വസിക്കുവീൻ. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. എൻ്റെ സ്നേഹത്തിൽ വസിക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. അതിൻ്റെ ചുരുക്കം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ അവനിൽ വസിച്ച് നിങ്ങൾക്കൊരു മാതൃക കാണിച്ചു തരികയാണ്. നിങ്ങൾ എന്നെ നോക്കിയിട്ട് ഞാൻ പിതാവിൽ വസിച്ചതുപോലെ നിങ്ങളും എന്ത് ചെയ്യണം? എന്നിൽ വസിക്കണം. അപ്പം വീണ്ടും മോഡൽ കർത്താവായ യേശുക്രിസ്തുവാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജീവിതം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ, യേശു പല പ്രാവശ്യം പറയുന്നുണ്ട്, എനിക്ക് സ്വതവേ ഒന്നും പറയാനൊക്കുകയില്ല, എനിക്ക് സ്വതവേ ഒന്നും ചെയ്യാനൊക്കുകയില്ല. എന്നെക്കൊണ്ട് ദൈവം പ്രവർത്തിപ്പിക്കുകയാണ്, എന്നെക്കൊണ്ട് ദൈവം സംസാരിപ്പിക്കുകയാണ്. അതെല്ലാം നമുക്കിപ്പോൾ പരിശോധിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് നമുക്ക് 17-ാം അധ്യായത്തിൽ നിന്ന് ചില പ്രയോഗങ്ങൾ ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. യോഹന്നാൻ 17-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി. 8-ാം വാക്യത്തിൽ നീ എനിക്ക് തന്ന വചനം, അല്ലേ? 8-ാം വാക്യം, നീ എനിക്ക് തന്ന വചനം. അപ്പൊ തന്ന പ്രവൃത്തി എല്ലാം പിതാവിൽ നിന്ന് ഡ്രോ ചെയ്തതാണ്. തന്ന വചനം, തന്ന പ്രവൃത്തി. 7-ാം വാക്യം, നീ എനിക്ക് തന്നത് എല്ലാം ഞാൻ സമ്പാദിച്ചതല്ല, നീ എനിക്ക് തന്നതെല്ലാം. കണ്ടോ, സ്വന്തമായിട്ട് ഞാൻ അതിൻ്റെയൊക്കെ പ്രവർത്തിച്ചെന്നൊന്നും അവകാശപ്പെടുന്നില്ല. 9-ാം വാക്യം, ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിന് വേണ്ടിയല്ല, നീ എനിക്ക് തന്നിട്ടുള്ളവർ. നമ്മളാണ് പറഞ്ഞതിന് ഞാൻ പ്രവർത്തിച്ച് രക്ഷയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളവർ, അല്ലേ? അങ്ങനെ പറയുന്നവരെ കേട്ടിട്ടില്ലേ? എന്നാൽ യേശു പറയാണ്, നീ എനിക്ക് തന്നിട്ടുള്ളവർ. കാരണം നീയാ പ്രവർത്തിച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, രക്ഷ എവിടെ നിന്ന് വരുന്നു? ദൈവത്തിൽ നിന്ന് വരുന്നു. അപ്പം നീ എനിക്ക് തന്നിട്ടുള്ളവർ, ഞാൻ സമ്പാദിച്ചതല്ല. 10-ാം വാക്യം അവസാനം പറയുകയാണ്, എന്റേത് എല്ലാം നിന്റേതും, എന്റേതെല്ലാം നിന്റേതും, നിന്റേത് എന്റേതുമാകുന്നു. ഇതാണ് ഈ അബൈഡിങ് എന്ന് പറയുന്നത്. എൻ്റെ എല്ലാം നിന്റെ. നമുക്ക് ഈ ഒരു ഫ്രീഡം ദൈവത്തോട് ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെതെല്ലാം നമ്മളുടേതാണ്. അത് ഒരു പക്ഷേ നമ്മുടേതെല്ലാം ദൈവത്തിന് കൊടുക്കാൻ മടിയുള്ളത് കൊണ്ടാണോ? അതുകൊണ്ടാണ് പറഞ്ഞത് വിശ്രമിക്കുക, ആശ്രയിക്കുന്നത്. ദൈവത്തിൻ്റെ എല്ലാം എൻ്റേതാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് ഈ ഒരു വർഷം ഒന്ന് ആലോചിച്ച് നോക്കുക. എൻ്റേതെല്ലാം നിൻ്റേതെല്ലാം എൻ്റേത്. എന്നിട്ട് 23-ാം വാക്യത്തിൽ പറഞ്ഞു, നീ എന്നിൽ, ഞാനിനി അവരിൽ ആകണം. 17:23, നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി. നീ എന്നിൽ
ഞാൻ നിന്നിൽ, ഇനി അവരും കൂടി നമ്മളിലൊന്ന് ആമേൻ. ആകണം. അപ്പോൾ ഇതാണ് കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള ഒരു വലിയ പ്രതീക്ഷ എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവം പിതാവും പുത്രനും കൂടെ വസിച്ചിങ്ങനെ നമ്മളെ കാണിച്ചു തരികയാണ്. അവിടെ ഒരു വഴക്കോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒന്നുമില്ലാതെ പിതാവും പുത്രനും കൂടി ഒരുമിച്ച് ചേർന്ന് പരിശുദ്ധാത്മാവും എല്ലാം ചേർന്നിരിക്കുന്നത് പോലെ, അതിനെ ഈ ത്രിയേക ദൈവം എന്ന് പറയുന്നത് നാം ക്രിസ്തുവിൽ മനം തിരിഞ്ഞ് അടങ്ങിയിരുന്ന് വിശ്രമിച്ച് ആശ്രയിച്ച് അവനിൽ നിന്ന് പോഷണം പ്രാപിച്ച് ഒരു ശാഖയായിട്ട് വളരണം. അതെല്ലാം നോക്കി നടത്താനായിട്ട് പിതാവുണ്ടെന്നുള്ള വിശ്വാസത്തിൽ നാം നമ്മെ തന്നെ അവനായിട്ട് ഏൽപ്പിക്കണം. അപ്പോൾ അവൻ്റേതെല്ലാം എൻ്റേതും എൻ്റേതെല്ലാം അവൻ്റേത്. അത് തന്നെ നേരത്തെ പറഞ്ഞത്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ഇനി ഞാൻ ജീവിക്കുന്നില്ല, എന്നിൽ ക്രിസ്തു ഇങ്ങനെ ഉരുവായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലാതെ എൻ്റേതായിട്ടൊന്നും എനിക്ക് പറയാനായിട്ടില്ല. അവനാണ് എൻ്റെ നീതി, അവനാണ് എൻ്റെ വീണ്ടെടുപ്പ്, അവനാണ് എൻ്റെ ശുദ്ധീകരണം, അവനാണ് എൻ്റെ ജ്ഞാനം, അവനല്ലാതെ എനിക്കൊന്നും ഇല്ല. പക്ഷേ ഈ അനുഭവത്തിൽ ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നത് എനിക്ക് പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് വരുമ്പോൾ എന്നെ കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടാവും, ഇറ്റ് ഈസ് ലിറ്റിൽ പെയിൻഫുൾ. നമുക്കൊന്നുകൂടെ യോഹന്നാൻ 15-ാം അധ്യായത്തിലേക്ക് വന്ന് 2-ാം വാക്യം വായിക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. സമയം വെറുതെ മെനക്കെടുത്താൻ ദൈവത്തിനില്ല. സോ ഇറ്റ്സ് ലിറ്റിൽ പെയിൻഫുൾ. ആൻഡ് ഇഫ് യു ആർ വില്ലിംഗ് ടു പേ ദ പ്രൈസ്, നാം വില കൊടുക്കാൻ തയ്യാറാകുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞല്ലോ, പോൾ പറഞ്ഞു, ഞാൻ വില കൊടുക്കാൻ തയ്യാറാണ്, എനിക്ക് അവനെ നേടിയാൽ മതി, എനിക്ക് അവനിൽ ഇരുന്നാൽ മതി, ബാക്കിയെല്ലാം ഞാൻ ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുകയാണ്. അപ്പം അങ്ങനെ എണ്ണാത്തതിനെയൊക്കെ എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞത്? അല്ല, ഒടിച്ചു കളയും, അതിനെ നീക്കിക്കളയും. കാരണം ഇതിന് ഫിറ്റിൻ ചെയ്യാത്ത ഒരു ആഗ്രഹത്തിൽ വന്നതാണ്. പക്ഷേ ഫിറ്റിൻ ചെയ്യുന്നില്ലെങ്കിൽ കർത്താവ് അതിനെ നീക്കിക്കളയും. എന്നാൽ ഇത് പ്രയോജനപ്പെടും എന്ന് കർത്താവിന് ബോധ്യപ്പെടുന്നവയെ എന്ത് ചെയ്യും? അധികം ഫലം കായ്ക്കേണ്ടതിന്. അപ്പോൾ ഇപ്പോൾ ചുരുക്കം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ കയ്യിലൊരു അത്ഭുത ആയുധമുണ്ട്. അതിൻ്റെ പേരാണ് സഫറിങ്, അതിൻ്റെ പേരാണ് അഫ്ലിക്ഷൻ, അതിൻ്റെ പേരാണ് കഷ്ടത. നമുക്ക് കഷ്ടതയില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ചാണ് നമ്മളെല്ലാം വിഭാവന ചെയ്യുന്നതെങ്കിൽ, കഷ്ടതയുണ്ട്. കഷ്ടതയെന്ന് പറയുന്നത് ദൈവം ഉപയോഗിക്കുന്ന ഒരു അത്ഭുത ആയുധമാണ്. ആ ആയുധം കൊണ്ടാണ് നമ്മളെ ചെത്തി വെടിപ്പാക്കി, അല്ലേ, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി എന്നാണ് എബ്രായ ലേഖനം 5:8 നാം വായിക്കുന്നത്. എന്നിട്ട് അവൻ നമുക്ക് മാതൃകയായി തന്നെ രക്ഷിക്കുന്ന, താൻ മുഖാന്തരം രക്ഷ പ്രാപിക്കുന്ന ആളുകൾക്ക് രക്ഷയ്ക്ക് കാരണഭൂതനായി തീർന്നു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. അപ്പോൾ ഈ കഷ്ടതയെ കൂടി അല്ലാതെ ഈ കാര്യത്തിൽ മുന്നോട്ട് പോകാനായിട്ട് ഒക്കുകയില്ല. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാരൊക്കെ പഠിപ്പിച്ചത്, നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതാണ് മുതലായ കാര്യങ്ങൾ. അപ്പോൾ ഈ കർത്താവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് ഇത്രയും നേരം ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ശ്രമിച്ചത്. നിങ്ങൾ ഗ്രഹിച്ച് കാണും എന്ന് ഞാൻ കരുതുകയാണ്. ഒന്നാമത് കർത്താവായ യേശുക്രിസ്തുവിലേക്ക് നോക്കണം. അപ്പോൾ മാതൃക കർത്താവിൽ കാണാനായിട്ട് സാധിക്കും. നമുക്ക് രക്ഷ ലഭിച്ചു എന്ന് പറയുന്നത് ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് എന്നറിയണം. അതുപോലെ തന്നെ അവനെ പിരിഞ്ഞ് എനിക്ക് ഒന്നും ചെയ്യാനായിട്ട് കഴിയുകയില്ല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് അവനിൽ ഇരിക്കേണ്ടതിനായിട്ട് ഞാൻ ഉപേക്ഷിക്കേണ്ടതിനൊക്കെ ഉപേക്ഷിക്കണം. അതുപോലെ തന്നെ മനം തിരിഞ്ഞ് വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലുമാണ് കാര്യം ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കി നാം നമ്മുടെ ഇച്ഛയൊക്കെ ദൈവത്തിന് കീഴ്പ്പെടുത്തണം. അത് പിതാവും പുത്രനും കൂടി എങ്ങനെയാണ് നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തന്നത്, അതുപോലെ നാം കണ്ട് പഠിക്കണം. അതിനകത്തൊരു പ്രൂണിങ് നൈഫ്, നമ്മളെ ചെത്തി വെടിപ്പാക്കുന്ന ഒരു കത്തി പിതാവിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അതിനും നമ്മൾ വിധേയപ്പെട്ട് കൊടുക്കണം. അങ്ങനെ വിധേയപ്പെട്ട് കൊടുക്കുമ്പോഴാണ് ഈ വസിക്കുക എന്ന് പറയുന്നത് മീനിങ് ഫുൾ ആകുന്നത്. ഞാൻ രണ്ടാമതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ കർത്താവിൽ വസിച്ചാൽ എന്താണ് പ്രയോജനം എന്ന് ചോദിച്ചാൽ ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. അത് മുഴുവൻ വിശദീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത്യാവശ്യം ചില കാര്യങ്ങൾ, ഒരു 6-7 കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്താം. ഒന്നാമത്, വാക്യങ്ങൾ മാത്രം മതിയല്ലോ, ബാക്കി നിങ്ങൾക്ക് ഈ വർഷം പഠിക്കാം. 5-ാം വാക്യം, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. അവൻ വളരെ ഫലം കായ്ക്കും. ഫ്രൂട്ട്ഫുൾ ക്രിസ്ത്യൻ ലൈഫ്, ഫലദായകമായ ഒരു ക്രിസ്തീയ ജീവിതം. അതെന്തിനാണ് എന്ന് ചോദിച്ചാൽ 8-ാം വാക്യം, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാകും. അപ്പൊ ഡിസൈപ്പിൾഷിപ്പ്, നമ്മൾ ഡിസൈപ്പിൾസ് ആകണമെങ്കിൽ ഈ കാര്യം വേണം, നാം ഫലം കായ്ക്കണമെങ്കിൽ ഇത് വേണം. അങ്ങനെ മാത്രമേ ദൈവം മഹത്വപ്പെടുകയുള്ളൂ. നമ്മൾ ഏത് ചെടി പ്ലാന്റ് ചെയ്യുന്നതും ഫ്രൂട്ട് പ്രതീക്ഷിച്ചിട്ടാണ്.
ഫ്രൂട്ട് ട്രീസിനെ കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ ഫലം പ്രതീക്ഷിക്കുന്നുണ്ട്. ഫലം പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ അത് നിലത്തെ നിഷ്ഫലമാക്കുന്നു, അത് വളവും വെള്ളവും വേസ്റ്റ് ചെയ്യുന്നു. ഇതിനെ എന്തിനാണ് നിർത്തിയിരിക്കുന്നത് എന്ന ആളുകൾ ചോദിച്ചു തുടങ്ങും. അങ്ങനെ വരാതെ നമ്മുടെ ക്രിസ്തീയ ജീവിതം ഫലദായകമാകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അവനിൽ വസിക്കണം. അവനിൽ വസിക്കുമ്പോഴാണ് നമുക്ക് ഫലപ്രദമായ ധാരാളം ഫലം കായ്ക്കുന്ന ദൈവത്തെ, പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതം. അതുപോലെ തന്നെ റിയൽ ഡിസൈപ്പിൾസ്, നമ്മെ കാണുന്ന ആളുകൾക്ക് ഇത് ശരി മുന്തിരി തന്നെയാണ്, ഇത് തട്ടിപ്പൊന്നുമല്ല, ഇത് കൃത്യമായിട്ട് കർത്താവിൻ്റെ ദാസന്മാരാണ്, ശിഷ്യന്മാരാണ് എന്ന ആളുകൾക്ക് അറിയാനായിട്ട് സാധിക്കും. അതുവഴി ദൈവനാമം മഹത്വപ്പെടുവാനായിട്ട് ഇടയാകും. എന്നാലൊരു ചോദ്യം ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ വരാം, എന്താണ് ഞങ്ങൾ കായ്ക്കേണ്ട ഫലം? അത് നിങ്ങൾക്ക് പഠിക്കാം. ആത്മാവിൻ്റെ ഫലങ്ങളാകാം, നഷ്ടപ്പെട്ട ആത്മാക്കളെ നേടുന്നതാകാം, അതിൻ്റെ ഫലം വിശുദ്ധീകരണമാകാം, ഫലം സൽപ്രവൃത്തികളാകാം, നീതിപ്രവൃത്തികളാകാം, അധരഫലം എന്ന സ്തോത്രയാഗമാകാം, പലതുമാകാം. പലതരത്തിലുള്ള ഫലങ്ങൾ കായ്ക്കുവാൻ ഒരു പക്ഷേ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് പോലെ ഓരോ സമയത്തും ഓരോരോ ഫലം കായ്ക്കുന്ന, വിവിധതരം ഫലം കായ്ക്കുന്ന ഒരു ജീവവൃക്ഷം പോലെ നമ്മളും ധാരാളം ഫലം കായ്ക്കണം എന്ന് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അതിനിങ്ങനെ വിശ്രമിച്ച് ആശ്രയിച്ച് അടങ്ങിയവിടെ ഇരുന്നാൽ മതി, ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഞാൻ തന്നെ ഏതാണ്ടൊക്കെ കായ്ക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഐ ബോസ്റ്റ് ഇൻ മൈസെൽഫ്, ഐ മേക്ക് ലോട്ട് ഓഫ് നോയ്സ്, ഞാൻ ഒച്ച ഉണ്ടാക്കുകയും ഞാൻ ആണിതെല്ലാം ചെയ്യുന്നതെന്നുള്ളത് പുറത്തു വരുത്തുകയൊക്കെ ചെയ്യുന്നത്. എന്നാൽ ദൈവികമായിട്ടുള്ളൊരു പ്രവൃത്തിയാണെന്നുണ്ടെങ്കിൽ വളരെ സൈലൻ്റായിട്ട് സമർപ്പിതമായിട്ട് ആ മുന്തിരിവള്ളിയിൽ അങ്ങ് വസിച്ചു കൊടുത്താൽ മാത്രം മതി, കാര്യങ്ങളൊക്കെ ശരിയായിക്കോളും. രണ്ടാമത്തെ റിസൾട്ട് എന്ന് പറയുന്നത് 7-ാം വാക്യത്തിനകത്തുണ്ട്. 15-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ രണ്ടാമത്തെ ബെനിഫിറ്റ്, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിക്കുവിൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ എന്നിൽ വസിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം രൂപാന്തരപ്പെടും. പവർ ഇൻ പ്രെയർ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഇരിക്കുന്ന നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെക്കാൾ അതിശക്തമായ ഒരു പ്രാർത്ഥനാ ജീവിതം. എന്താ ഈ പ്രാർത്ഥനാ ജീവിതം എന്ന് പറഞ്ഞാൽ? പ്രാർത്ഥിക്കുന്നത് എൻ്റെ ഇഷ്ടങ്ങളെല്ലാം ദൈവത്തെ കൊണ്ട് സമ്മതിപ്പിക്കുന്നതിനല്ല, ഞാൻ പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തെക്കുറിച്ചും ദൈവം എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് കണ്ടുപിടിച്ച് അത് നടപ്പാക്കാനുള്ള കരുത്ത് ആർജിക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ കർത്താവിൽ വസിക്കുമ്പോൾ എൻ്റെ ഇഷ്ടങ്ങൾ താനേ ഇല്ലാതെയായിട്ട്, എൻ്റെ ജീവൻ ഇല്ലാതെയായിട്ട് കർത്താവിൻ്റെ ജീവരസം എന്നിൽ കൂടി ഒഴുകുമ്പോൾ എൻ്റെ ചിന്തയും എൻ്റെ വാക്കും എൻ്റെ പ്രവൃത്തിയും എൻ്റെ ഇഷ്ടവും ഒക്കെ എന്തായിട്ട് മാറും? ദൈവത്തിൻ്റെ ഇഷ്ടമായിട്ട് മാറും. അതാണ് പുത്രനും പിതാവും തമ്മിൽ നടന്നത്. അപ്പോൾ നമ്മൾ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും ഒക്കെ അവനിൽ തന്നെ രസിച്ചു കൊള്ളുക. അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നമ്മൾ ഇച്ഛിക്കുന്നതും കർത്താവ് ഇച്ഛിക്കുന്നതും ഒന്ന് തന്നെ ആയിട്ട് മാറും. നമുക്ക് 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ വായിച്ചാൽ യോഹന്നാൻ ലേഖനത്തിൽ അതിനെ സാധൂകരിച്ചുകൊണ്ട് വീണ്ടും എഴുതിയിരിക്കുന്നത് ഒന്ന് വായിച്ച് ഗ്രഹിക്കുവാൻ സാധിക്കും. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ. അവന്റെ ഇഷ്ടപ്രകാരം, ഇഷ്ടമാണ്, അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. നാം എന്ത് അപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷകൾ കേൾക്കുന്നു എന്നറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും അറിയുന്നു. അപ്പൊ നമ്മുടെ പ്രാർത്ഥന എഫക്റ്റീവ് ആകണമെങ്കിൽ അവന്റെ ഇഷ്ടപ്രകാരമാകണം, നമ്മുടെ ഇഷ്ടപ്രകാരമാകരുത്. അവന്റെ ഇഷ്ടപ്രകാരമാകണമെങ്കിൽ അവന്റെ ജീവൻ, അവന്റെ ജീവരസം പരിശുദ്ധ. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ നാം വായിക്കുന്നത്, വേണ്ട പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന് നാം അറിയുന്നില്ല, ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരകങ്ങളാൽ ദൈവ ഹിതപ്രകാരം നമ്മളിൽ കൂടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ദൈവഹിതപ്രകാരം നമ്മളിൽ കൂടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണമെങ്കിൽ നമ്മിൽ കൂടി ഈ ജീവരസം ഇങ്ങനെ ഒഴുകണം. അങ്ങനെ ഒഴുകണമെങ്കിൽ നാം ആ മുന്തിരിച്ചെടിയിൽ ഒരു ശാഖയായി ചേർന്നിരിക്കണം. അപ്പോൾ നമുക്ക് പ്രാഗൽഭ്യം ഉണ്ടാകും. എന്ത് യാചിച്ചാലും യാചിക്കാനുള്ള പ്രാഗൽഭ്യം ഉണ്ടാകും. നമുക്ക് ഈ അടുപ്പം ഉണ്ടായി കഴിയുമ്പോൾ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയും. നമുക്ക് പ്രാഗൽഭ്യത്തോടെ അവനോട് ചോദിക്കുന്നതിനും മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നതിനും പ്രാർത്ഥനയുടെ ഉത്തരം കിട്ടുന്നതിനും ഒക്കെ ഇടയായിത്തീരും. മൂന്നാമതായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം 9-10 വാക്യങ്ങൾ, 15-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, എന്റെ സ്നേഹത്തിൽ വസിക്കുവിൻ. അവിടെ എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഞാനല്ല കർത്താവ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ 13 മുതലുള്ള അധ്യായങ്ങളിലാണല്ലോ യേശു പഠിപ്പിക്കാൻ തുടങ്ങിയതായിട്ട് ഞാൻ പറഞ്ഞത്. 13-ാം അധ്യായത്തിൽ തന്നെ പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന തരുന്നു. എന്താണത്? നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. അങ്ങനെ ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു.
പക്ഷേ നമ്മൾ എത്ര നോക്കിയിട്ടും ഈ കാര്യം അങ്ങോട്ട് നടപ്പാകുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നമുക്ക് ആഗ്രഹമുണ്ട് എല്ലാവരെയും സ്നേഹിച്ചാൽ കൊള്ളാമെന്ന്, നമുക്ക് ആഗ്രഹമുണ്ട് ശത്രുക്കളെ സ്നേഹിച്ചാൽ കൊള്ളാമെന്ന്, നമുക്ക് ആഗ്രഹമുണ്ട് നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ കൊള്ളാമെന്ന്. പക്ഷെ പലപ്പോഴും ഇത് നടക്കുന്നില്ല. നടക്കാനുള്ളൊരു വഴി എന്താണെന്ന് ചോദിച്ചാൽ അവനിൽ വസിക്കുക. അവനിൽ വസിച്ചാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കും, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ വസിപ്പീൻ. നമുക്ക് വായിച്ച ഭാഗത്ത് നിന്ന് തന്നെ 12-ാം വാക്യവും 17-ാം വാക്യവും കൂടി വായിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നാകുന്നു എൻ്റെ കൽപ്പന. 17-ാം വാക്യം, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കേണ്ടതിന് ഞാനിത് നിങ്ങളോട് കൽപ്പിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതും എല്ലാം എന്തിനാണെന്ന് ചോദിച്ചാൽ, കർത്താവേ പറഞ്ഞതെല്ലാം ഒറ്റ വാക്കിൽ പറയാമോ എന്ന് ചോദിച്ചാൽ പറയും സ്നേഹം. കാരണം ദൈവം സ്നേഹം ആകുന്നു. ദൈവം സ്നേഹം തന്നെ ആയതുകൊണ്ട് ദൈവത്തിൻ്റെ ആ സ്നേഹം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുകയാണ്. അത് നമ്മൾ കൂടി ഒന്ന് വെളിപ്പെടാൻ ഇങ്ങനെ ആഗ്രഹിച്ച ദൈവം ഇരിക്കുകയാണ്. ദൈവം നമ്മളെ അത്ര അധികം സ്നേഹിച്ചപ്പോഴാണ് പുത്രനെ തന്നതും പുത്രൻ തന്നെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നതും നാം രക്ഷയിലേക്ക് വന്നതും ഒക്കെ. അങ്ങനെയാണെങ്കിൽ നാമും ഇതുപോലെ മറ്റുള്ളവരെ, അവൻ നമ്മളെ ഇങ്ങനെ സ്നേഹിച്ചെങ്കിൽ നാമും സ്നേഹിക്കേണ്ടതാകുന്നു. പക്ഷേ ഇതൊക്കെ ആഗ്രഹമുണ്ട്, നോളജുണ്ട്, നടക്കുന്നില്ലെങ്കിൽ അവനിൽ വസിച്ചാൽ മതി. അവനിൽ വസിക്കുമ്പോൾ അവൻ്റെ സ്നേഹം, അവൻ്റെ ആത്മാവ് നമ്മളിൽ കൂടി ഒഴുകി, അപ്പോൾ നമുക്ക് ഫലം കായ്ക്കാനായിട്ട് കഴിയും, നമുക്ക് പ്രാർത്ഥിക്കാൻ ഭംഗിയായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത് ആത്മാവിൻ്റെ ഫലമായ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തുവാനായിട്ട് കഴിയും. നാലാമതായിട്ട് 15-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. അപ്പോൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കാൻ, ദൈവത്തിൻ്റെ വചനം അനുസരിക്കാൻ പറ്റും. ഇപ്പോൾ ദൈവത്തിൻ്റെ വചനം അനുസരിക്കാൻ പറ്റാത്തത് എന്താ വെച്ചാൽ നമ്മുടെ പ്ലാനുകളും നമ്മുടെ തിങ്കിങ്ങും ദൈവത്തിൻ്റെ തിങ്കിങ്ങും കൂടെ ചേരാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ യേശു പറഞ്ഞത്, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. അത് നമ്മളിൽ ഇങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അതുകൊണ്ടാണ് ഐശ്വര്യമായി ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കട്ടെ എന്ന് കൊലോസ്യ ലേഖനം 3:16 നമ്മൾ വായിക്കുന്നത്. അപ്പോൾ എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടുകൂടെ വാസം ചെയ്യും എന്ന് യോഹന്നാൻ 14:23 നാം കാണുന്നുണ്ട്. 1 യോഹന്നാൻ 5:3 നാം വായിക്കുന്നത്, അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം, അവൻ്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. അപ്പോൾ ഈ കൽപ്പന വലിയ ഭാരമുള്ളതാണെന്ന് വിചാരിച്ച് നമുക്കത് പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവനിൽ വസിച്ചാൽ മതി. അവൻ നമ്മെ കൊണ്ടത് ഇച്ഛിപ്പിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യും. 1 യോഹന്നാൻ 2:24 നിങ്ങൾ ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കട്ടെ. ആദ്യം മുതൽ കേട്ടത് എന്താ? ദൈവവചനമാണ്. അത് നിങ്ങളിൽ വസിക്കട്ടെ. ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിലും. കാരണം ഈ ദൈവം വചനമായിട്ട് നമ്മുടെ അടുക്കിലേക്ക് വരുന്നത് കൊണ്ട് ആ വചനം നമ്മിൽ വസിക്കുമ്പോൾ നമുക്ക് വചനം പ്രമാണിക്കുന്നതിനും, കർത്താവിൽ വസിച്ചാൽ അവൻ്റെ വചനം പ്രമാണിക്കുവാനുള്ളൊരു ഗ്രേസ്, ഒരു കൃപ, അതിനുള്ളൊരു ശക്തി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമ്മളിൽ വ്യാപരിക്കും. 15-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ 5-ാമത്തെ ഒരു അനുഗ്രഹം നമ്മൾ വായിക്കുന്നുണ്ട്. എൻ്റെ സന്തോഷം നിങ്ങളിലിരിക്കുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ബ്യൂട്ടിഫുൾ അല്ലേ? 5-ാമതായിട്ട് പറയാണ്, എൻ്റെ സന്തോഷം നിങ്ങളിലിരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. നമുക്ക് പൂർണ്ണമായിട്ടുള്ളൊരു സന്തോഷത്തിൻ്റെ സമൃദ്ധിയിലേക്ക് നമ്മളെ നടത്തുന്നതിനായിട്ട് കർത്താവിൽ സന്തോഷിപ്പീൻ. സാഹചര്യങ്ങളിലോ ആളുകളിലോ ഒന്നുമല്ല, എല്ലായ്പ്പോഴും കർത്താവിൽ സന്തോഷിപ്പീൻ. അത് കഴിയണമെന്നുണ്ടെങ്കിൽ, കാരണം കർത്താവിന് എപ്പോഴെങ്കിലും ദുഃഖമുണ്ടോ? കർത്താവിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ? കർത്താവിന് എന്തെങ്കിലും അറിയാൻ മേലാത്ത പ്രശ്നങ്ങളുണ്ടോ? അതുകൊണ്ട് അവനിൽ വസിച്ചാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമായി തീരും. 6-ാമതായിട്ട് ഞാൻ മറ്റൊരു കാര്യം കൊണ്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം വായിക്കുന്നത്, പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി. അവൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം പാപങ്ങൾ നീക്കുക എന്നുള്ളതാണ്. അതിനവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു. അവനിൽ പാപമില്ല. അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് ഇറ്റ്. അവനിൽ വസിക്കുന്നവനാരും പാപം ചെയ്യുന്നില്ല. ഒരു പാപരഹിത ജീവിതം, പാപത്തെ ജയിക്കുന്ന ഒരു ജീവിതം നമുക്ക് നയിക്കുവാൻ ഈ വർഷം ആഗ്രഹമുണ്ടെങ്കിൽ വെരി സിമ്പിൾ, അവനിൽ വസിക്കുക. അവനിൽ പാപമില്ല. അപ്പോൾ നമ്മൾ അവനിൽ വസിക്കുകയാണെങ്കിൽ പാപരഹിതമായ, അതുകൊണ്ടാണ് അവനെൻ്റെ വിശുദ്ധി എന്ന് കൊരിന്ത്യലേഖനത്തിൽ നമ്മൾ വായിച്ചത്. അവനെൻ്റെ വീണ്ടെടുപ്പ് മാത്രമല്ല, അവനെൻ്റെ വിശുദ്ധി. അതെങ്ങനെ? ഞാൻ അവനിൽ വസിക്കുമ്പോൾ അവൻ്റെ വിശുദ്ധമായ ആത്മാവ്, അവൻ്റെ വിശുദ്ധമായ ചിന്തകൾ, അവൻ്റെ വിശുദ്ധമായ വചനം
എന്നിൽ കൂടി ഇങ്ങനെ ഒഴുകുമ്പോൾ ഞാനും വിശുദ്ധനായിട്ട് മാറും. എൻ്റെ ചിന്തകൾ വിശുദ്ധീകരിക്കപ്പെടും, എൻ്റെ പ്രവൃത്തികൾ വിശുദ്ധീകരിക്കപ്പെടും. ഞാൻ പാപരഹിതമായ ഒരു ജീവിതത്തിലേക്ക്. അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. വൈ? ബിക്കോസ് ഇൻ ഹിം ഈസ് നോ സിൻ. അവനിൽ പാപമില്ല. പാപമില്ലാത്തവനിൽ ഞാൻ വസിക്കുമ്പോൾ ഞാനും ഒരു പാപരഹിതനായിട്ട്, പാപത്തെ അതിജീവിച്ചവനായിട്ട്, പാപം അറിയാത്തവനെ നമുക്ക് വേണ്ടി പാപം ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അവൻ പാപമല്ല. അവൻ പാപത്തെ നീക്കുവാനായിട്ടാണ് വന്നത്, പാപരഹിതമായിട്ടുള്ള. വേറൊരു തരത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ റോമലേഖനം 11-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, വേർ വിശുദ്ധമെങ്കിൽ കൊമ്പുകളും അങ്ങനെ തന്നെ. അപ്പോൾ വേര്, നമ്മൾ വന്ന് ഒട്ടിയിരിക്കുന്ന ഈ മുന്തിരിച്ചെടിയും അതിൻ്റെ വേരും ഒക്കെ വിശുദ്ധമാണെങ്കിൽ അതിൽ കൂടി ഒഴുകുന്ന ജീവരസവും വിശുദ്ധമായതുകൊണ്ട് അവൻ വിശുദ്ധനാകിയാൽ ഞാനും വിശുദ്ധനാകും. റോമലേഖനം 11:16. ആദ്യ ഭാഗം വിശുദ്ധമെങ്കിൽ പിണ്ടം മുഴുവനും അങ്ങനെ തന്നെ, വേര് വിശുദ്ധമെങ്കിൽ കൊമ്പുകളും അങ്ങനെ തന്നെ. ഉണ്ടോ? വേർ വിശുദ്ധമെങ്കിൽ, തായ്തടി നമ്മൾ വന്ന് ഒട്ടി നിൽക്കുന്ന ആ മുന്തിരിവള്ളി വിശുദ്ധമാണെങ്കിൽ ആണല്ലോ. കർത്താവ് പറഞ്ഞല്ലോ, ഐ എം ഹോളി. നിങ്ങൾ ആര് പാപത്തെക്കുറിച്ച് എനിക്ക് ബോധം വരുത്തും, ആർക്കും പറയാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ അവനോട് നാം ചേർന്ന് വസിക്കുമ്പോൾ, അവൻ്റെ ജീവൻ നമ്മളിലേക്ക് ഒഴുകുമ്പോൾ, എ സിൻലെസ് ലൈഫ്, എ ലൈഫ് ദാറ്റ് ഓവർകംസ് സിൻ, പാപത്തെ ജയിക്കുന്ന, പാപരഹിതമായിട്ടുള്ള അവൻ നമുക്ക് ശുദ്ധീകരണമായി തീർന്നു. എ കണ്ടിന്യൂസ് പ്രോസസ് ഓഫ്. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ആദിമ വിശ്വാസികളെയൊക്കെ വിശുദ്ധന്മാരെന്ന് വിളിച്ചത്. ഇന്ന് നമുക്ക് വിളിക്കാൻ പേടിയാണെങ്കിൽ ആദിമകാലത്ത് വിശുദ്ധന്മാരെന്ന് വിളിച്ചത് വിശ്വാസികളെ, ശിഷ്യന്മാരെയാണ്. അപ്പോസ്തല പ്രവൃത്തി പരിശോധിക്കുക. നമുക്കും ആ വിശുദ്ധൻ എന്ന പദവിയിലേക്ക് വരുവാനായിട്ട് അവനിൽ വസിക്കേണ്ടത് ആവശ്യമാണ്. ഏഴാമതായിട്ട് നമുക്ക് ഒരു കാര്യം കൂടെ ഓർക്കാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, നാം അവനോട് ചേർന്ന് വസിക്കുമ്പോൾ വി വിൽ ഗെറ്റ് ഹിസ് പവർ, ഹിസ് അതോറിറ്റി ആൻഡ് ഹിസ് സ്ട്രെങ്ത്. നാം അവൻ്റെ ഭാഗമാണെങ്കിൽ അവൻ്റെ അധികാരം, അവൻ്റെ ശക്തി, അവനിൽ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ നമ്മളുടേതായിട്ട്. നേരത്തെ വായിച്ചല്ലോ, എൻ്റേതെല്ലാം നിൻ്റേതും നിൻ്റേതെല്ലാം എൻ്റേതും. കർത്താവിന് എന്തെല്ലാം ഉണ്ടോ നമുക്ക് ഭൂതങ്ങളുടെ മേൽ കർത്താവിന് അധികാരമുണ്ടെങ്കിൽ നമുക്കും അധികാരം ഉണ്ടാകും. രോഗങ്ങളുടെ മേൽ നമുക്ക് അധികാരമുണ്ടെങ്കിൽ നമുക്കും അധികാരം ഉണ്ടാകും. അവന് ആരോഗ്യമുണ്ടെങ്കിൽ നമ്മളും ആരോഗ്യമുള്ളവരായിട്ട് മാറും. അവന് സന്തോഷമുണ്ടെങ്കിൽ നമ്മളും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് മനസ്സിലാക്കുന്നതിനായിട്ട് 1-2 വാക്യങ്ങൾ. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പോകാനാ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം ഈ അധികാരം ഞാൻ നിങ്ങൾക്കും തരുന്നു എന്നാണ്. എഫേസ് ലേഖനം 6:10 ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും. ഈ അധികാരവും ഈ ബലവും ഒക്കെ നമുക്കുള്ളതാണ്. പക്ഷെ നമ്മൾ നമ്മളെ തന്നെ നോക്കുമ്പോൾ പൗലോസ് പറഞ്ഞതുപോലെ, അയ്യോ ഞാൻ ബലഹീനനാണ്, ഞാൻ ശക്തിയില്ലാത്തവനാണ്. അപ്പൊ കർത്താവ് പറയും, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ഐ എം വീക്ക് ബട്ട് ഹീ സ്ട്രോങ്. ഈ വീക്കായിരിക്കുന്ന എന്നെ കൊണ്ടുവന്ന് സ്ട്രോങ് ആയിരിക്കുന്ന കർത്താവിൽ വെച്ച് കഴിയുമ്പോൾ, ഞാൻ അവിടെ ഇരിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരുമ്പോൾ ഞാൻ ശക്തി ലഭിച്ചിട്ട്, ഞാൻ അധികാരമുള്ളവനായിട്ട് കൃപയോടെ അവന് വേണ്ടി നിൽക്കുവാൻ തക്കവണ്ണം. അത് സംഭവിച്ചപ്പോഴാണ് ചെങ്കടൽ കടന്ന ഉടനെ മോശ പറഞ്ഞു, യഹോവ എൻ്റെ ബലം, യഹോവ എൻ്റെ ഗീതം അല്ലേ? സങ്കീർത്തനക്കാരൻ പറഞ്ഞു, എൻ്റെ ബലമായ യഹോവേ. യെശയ്യാഹു പറഞ്ഞു, യഹോവ യാഹ് എൻ്റെ ബലമായി തീർന്നു. ഹബക്കൂക്ക് പറഞ്ഞു, യഹോവയായ കർത്താവ് എൻ്റെ ബലം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കർത്താവിൽ വസിക്കുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന 7 ഫലങ്ങളെക്കുറിച്ച്, അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. നമുക്ക് വളരെ ഫലം കായ്ക്കുവാനും അവൻ്റെ പിതാവിനെ മഹത്വപ്പെടുത്തുവാനും അവൻ്റെ ശിഷ്യന്മാരായി തീരുവാനും കഴിയും. ഫലദായകമായൊരു പ്രാർത്ഥനാ ജീവിതം നയിക്കുവാൻ കഴിയും. സ്നേഹം ആചരിക്കുവാനായിട്ട് ഇടയായിത്തീരും. അവൻ്റെ വചനം അനുസരിക്കുവാനായിട്ട് നമുക്ക് കൃപ കിട്ടും. നമ്മുടെ സന്തോഷം പൂർണ്ണമാകും. പാപം ചെയ്യാതിരിക്കാനായിട്ട് നമുക്ക് കഴിയും. അവൻ്റെ ശക്തിയും അധികാരവും നമുക്കുള്ളവരായിട്ട് മാറാൻ കഴിയും. ഐ എം ഗോയിങ് ടു കൺക്ലൂഡ്. അവസാനമായിട്ട് ഞാൻ നിങ്ങളൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നത്, എന്നെ കേൾക്കുന്ന ചില ആളുകൾക്കെങ്കിലും ഒരു ആശങ്ക കാണും. എന്താണെന്ന് ചോദിച്ചാൽ, ഇത് പറ്റുമോ? ഇങ്ങനെ കർത്താവിൽ ചേർന്ന് ജീവിക്കാൻ പറ്റുമോ? എങ്ങാനും ഞാൻ ഒടിഞ്ഞു പോകുമോ? ഞാനും കർത്താവും തമ്മിലൊന്നും ഇങ്ങനെ ചേരത്തില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ 1-2 വാക്യങ്ങളോട് നമുക്ക് നോക്കാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 40-ാം വാക്യം. കർത്താവ് നമുക്കൊരു അഷ്വറൻസ്, ഒരു ഉറപ്പ് തരികയാണ്. യിരെമ്യാവ് 32:40 ഞാൻ അവരെ വിട്ടുപിരിയാതെ, കണ്ടോ, ഞാൻ അവരെ വിട്ടുമാറാതെ, വിട്ടുപിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ദൈവത്തിന്റെ ആഗ്രഹം. വിട്ടുപിരിയാതെ. നേരത്തെ പറഞ്ഞല്ലോ, ക്ഷണം പ്രതി
രാവും പകലും നമ്മളെ വിട്ടുപിരിയാതെ നമുക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും എന്നിങ്ങനെ ഞാൻ അവരോട് ഒരു ശാശ്വത നിയമം ചെയ്യും. നമ്മൾ ചെയ്യുന്നത് പോലെ ഒരു പ്രസംഗം കേൾക്കുമ്പോൾ ഒരു സമർപ്പണമല്ല ദൈവത്തിന്റെ തീരുമാനം. എന്ത് തീരുമാനമാണ്? ശാശ്വത നിയമം ചെയ്യും. അവർ എന്നെ വിട്ടുമാറാതെ ഇരിക്കുവാൻ എന്നിലുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിലാക്കും. I will make an everlasting covenant with them. I will not turn away from them to do them good. Amen. But I will put my fear in their hearts. Amen. That they shall not depart from me. അവരെന്നെ വിട്ട് പുറകോട്ട് പോകാതിരിക്കേണ്ടതിനായിട്ട് ചെയ്യേണ്ടതെല്ലാം ഞാൻ ചെയ്യും എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. കാരണം ജീവൻ തന്ന് നമ്മളെ വീണ്ടെടുത്തവൻ നമ്മളെ നിലനിർത്താൻ തക്കവണ്ണം നമുക്ക് വേണ്ടി പിന്നെ അല്ലെ നമ്മളങ്ങനെ വായിക്കുന്നത്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ അതോടുകൂടെ ബാക്കിയെല്ലാം നമുക്ക് നൽകാതിരിക്കുമോ? ഒരിക്കലും നൽകാതിരിക്കത്തില്ല. ഞാൻ അവരെ വിട്ടു പിരിയാതെ അവരെന്നെ വിട്ടുമാറാതിരിപ്പാൻ എങ്കിലുള്ള ഭക്തി ഞാൻ അവരിലാക്കും. ഇതെങ്ങനെയാണ് ദൈവം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് അറിയാവുന്നതാണ്. യെഹെസ്കേൽ 36:27 നാം വായിക്കുന്നത്, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും, നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. യെഹെസ്കേൽ പ്രവചനം 36 27 വാക്യത്തിലാണ് നാം അത് വായിക്കുന്നത്. ദൈവം തന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങൾ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും, നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. He will cause us to walk in his statutes. അവൻ്റെ വിധികളിൽ നടക്കുവാൻ, അവൻ്റെ തീരുമാനങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുവാൻ അവൻ നമ്മെ ശക്തീകരിക്കും. അവൻ വാക്കുമാറാത്തവനാണ്. അവൻ വാഗ്ദത്തങ്ങൾ എന്തെങ്കിലുമൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഊവ എന്നും ആമേൻ എന്നുമാണ്. ഇത് ശാശ്വത നിയമം ചെയ്തവൻ ഒരിക്കലും ഇതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരാതെ ഇടയ്ക്ക് വെച്ച് നമ്മളെ ഉപേക്ഷിച്ച് കളയുകയില്ല എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അവസാനമായിട്ട് കൊലോസ്യ ലേഖനം 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം ഇങ്ങനെയും കൂടെ വായിക്കുന്നു, നിങ്ങൾ മരിച്ച് നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായി ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. അപ്പൊ നിങ്ങളിങ്ങനെ, ഞാനും നിങ്ങളൊക്കെ ഇങ്ങനെ അവനോട് ചേർന്ന് വസിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ആ തേജസ്സിൽ വെളിപ്പെടണമെങ്കിൽ അവനോട് ചേർന്ന് വസിക്കണം. ഇപ്പോൾ നമ്മളിൽ വസിക്കുന്ന കർത്താവ് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് തേജസ് ഉള്ളവനാണ്. ആ തേജസ് നമ്മൾക്ക് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി നമ്മളെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് അവൻ ആഗ്രഹിച്ചിട്ടാണ് ആ തേജസ് നമ്മളിലേക്ക് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാം അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടണമെങ്കിൽ അവനിൽ വസിക്കുന്നവരായിരിക്കണം. എന്നിൽ വസിപ്പീൻ. കർത്താവ് ഈ വർഷം മുഴുവൻ നമ്മളോട് പറയുന്നത് അബൈഡ് ഇൻ ക്രൈസ്റ്റ്, അവനിൽ വസിക്കുക. എന്നാൽ നമുക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം കർത്താവ് വെച്ചിരിക്കുകയാണ്. അവനോട് ചേർന്ന് നാം വസിക്കുന്നു എങ്കിൽ നമുക്ക് ജയത്തിൻ്റെ ഒരു ജീവിതം, വിശ്രമത്തിൻ്റെ ഒരു ജീവിതം, പിതാവിൻ്റെ സ്നേഹവും വിശുദ്ധിയും അതിൻ്റെ കൂട്ടായ്മയും അനുഭവിക്കുന്ന ഒരു ജീവിതം, നമ്മെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുവാൻ ദൈവത്തിന് താല്പര്യമുണ്ട്. നമ്മൾ ചെയ്യുകയല്ല, അവൻ നമ്മെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അത്ഭുത പ്രത്യാശയും പ്രതീക്ഷയും നിറഞ്ഞ ഒരു ജീവിതം, അങ്ങനെയുള്ളൊരു വർഷമാണ് നമ്മുടെ മുമ്പിൽ കർത്താവ് വെച്ചിരിക്കുന്നത്. അത്ഭുത പ്രതീക്ഷ പ്രത്യാശ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഭൗതിക കാര്യങ്ങളല്ല ഉദ്ദേശിക്കുന്നത്. വളരെ ഫലം കായ്ച്ച ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു പവർഫുൾ പ്രെയർ ലൈഫ് നയിക്കുന്ന, സന്തോഷം പൂർണ്ണമാകുന്ന, പാപരഹിതമായ ഒരു ജീവിതം നയിക്കുന്ന, അവന്റെ ശക്തിയും അധികാരവും അനുഭവിക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ തക്കവണ്ണം ഈ വർഷം കർത്താവ് നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ അവിടെ നിൽക്കട്ടെ, എന്നാൽ അവനിൽ വസിക്കുന്നുവെങ്കിൽ നാം അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നവരായി തീരും. നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ കാര്യങ്ങളിൽ സമർപ്പിക്കാം. കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, തിരുവചനത്തിനായിട്ട് സ്തോത്രം. ഈ പുതുവത്സരത്തിനായിട്ട് ഒരിക്കൽ കൂടി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. കർത്താവ്, നിന്നിൽ നിരന്തരം വസിച്ചുകൊണ്ടിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെല്ലാവരെയും കർത്താവ് ഞങ്ങൾ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ വർഷത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിന്നിൽ വസിക്കുവാൻ കർത്താവ് ഫലം കായ്ച്ച് നിന്റെ യഥാർത്ഥ ശിഷ്യന്മാരായിട്ട് ഈ ലോകത്തിൽ വെളിപ്പെടുവാൻ, നിന്റെ ശക്തിയും അധികാരവും സ്നേഹവും കർത്താവെ എല്ലാം ഞങ്ങൾക്ക് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം പാപരഹിതമായൊരു ജീവിതം വെളിപ്പെടുത്തുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. അതിന് കർത്താവെ ക്ഷണം പ്രതി നീ ഞങ്ങളെ നോക്കുന്നുണ്ട്, നനയ്ക്കുന്നുണ്ട്, രാവും പകലും ഞങ്ങളെ കാക്കുന്നുണ്ട്. ഈ അഷ്വറൻസസിനായിട്ട്, ഈ ഉറപ്പുകൾക്കായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ നിന്നെ വിട്ടുമാറാതിരിപ്പാൻ തക്കവണ്ണം നിന്റെ കൃപ പിന്നെയും ഞങ്ങൾ വ്യാപരിപ്പിക്കുന്ന വലിയ സ്നേഹത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കരങ്ങളിൽ താഴ്ത്തുന്നു, മഹത്വം കർത്താവിന് നൽകുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.